ഗുഡ് ആഫ്റ്റർനൂൺ. നിങ്ങളുടെ ഒരു UPSC ആസ്പിറന്റിന്റെ ട്രൂ ഗൈഡ് ആരാണ്? PYQs. സോ PYQs അനലൈസ് ചെയ്യുന്നതിന് തന്നെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. സോ അത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടൊരാണ് ചെയ്യുന്നതും നമ്മൾ ഫ്രഷ് ആയിട്ട് വന്നിരുന്ന് ചെയ്യുന്നതും തമ്മിൽ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. സോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കംപ്ലീറ്റ് അല്ല, ഒരു പാർട്ട് 1. നമ്മൾ ബാക്കി സബ്ജക്ട്സ് ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ ഒരു പാർട്ട് 1 എന്ന് പറയുന്ന രീതിയിൽ തുടക്കത്തിൽ ഉള്ള ഒരു മഹാജനപദ പീരീഡ് വരെയാണ് കംപ്ലീറ്റ് UPSC ഇതുവരെ ചോദിച്ചിട്ടുള്ള PYQs ഒന്ന് അനലൈസ് ചെയ്യും. സോ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഈ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഡെയിലി ഷെഡ്യൂളിൽ എന്ത് പറയുന്നുണ്ട്, റിവൈസ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. റിവൈസ് ചെയ്യാൻ പറയുന്ന സമയത്ത് റാൻഡംലി റിവൈസ് ചെയ്യുന്നതിന് പകരം എവിടെയൊക്കെ ഫോക്കസ് ചെയ്യണോ ഓൾറെഡി UPSC പറഞ്ഞു വെച്ചിട്ടുണ്ട്. എങ്ങനെ ഓരോ ഏരിയാസ് എടുത്ത് പഠിക്കണം. ഇപ്പോൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് വെറുതെ വായിച്ചു പോകും. അതായത് തുടക്കം മുതൽ ലാസ്റ്റ് വരെ വായിച്ചിട്ട് പോകാൻ പറ്റും. അത് ചെയ്യണം എന്ന് UPSC എവിടെയും പറയുന്നില്ല, എങ്ങനെ ചെയ്യണമെന്നും പറയുന്നില്ല. പക്ഷെ അങ്ങനെ PYQs അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും? ഹൗ ടു സ്റ്റഡി എന്നുള്ളത് മനസ്സിലാവും. നമ്മൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെ എങ്ങനെ പഠിക്കുക എന്നുള്ളത് ഇവിടുന്ന് എടുക്കുക എന്നുള്ളത്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ PYQസിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ പഠിക്കേണ്ട കാര്യം എന്താ? എല്ലാ സബ്ജക്ട്സും പഠിക്കുന്നത് സിലബസ്. സോ സിലബസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ജനറൽ സ്റ്റഡീസ് പേപ്പർ 1 എന്ത് വരുന്നത്? സബ്ജക്ട്സ് മൊത്തം വരുന്നത് പ്രിലിംസിന്റെ സിലബസ് മാത്രമാണ്. മെയിൻസിന്റെ സിലബസ് നമ്മളോട് ഡിസ്കസ് ചെയ്യുന്ന പോലും. കാരണം ഇത് കംപ്ലീറ്റ്ലി ഫോക്കസ്ഡ് ഓൺ പ്രിലിംസ് ആണ്. ഞങ്ങളുടെ ക്ലാസ്സസ് എടുക്കുമ്പോൾ ഒക്കെ നമ്മൾ എന്തിലും ഫോക്കസ് ചെയ്യുന്നുണ്ട്? മെയിൻസിലും ഫോക്കസ് ചെയ്യുമ്പോൾ ഡൈവേഴ്സ് ചെയ്തിട്ടാണ് പറയാം. പക്ഷേ ഈ ഒരു സെക്ഷനിൽ കംപ്ലീറ്റ്ലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എവിടെയാണ്? PYQസിൽ പ്രിലിംസിലാണ്. അതുകൊണ്ട് പ്രിലിംസിന് ആകെ നിങ്ങളോട് എന്തേ പറയുന്നുള്ളൂ? ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ആൻഡ് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ്. ഇതിൽ ഈ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഈ ഏരിയയെ നമുക്ക് വീണ്ടും സ്പ്ലിറ്റ് ചെയ്യാം. ഏതൊക്കെയായിട്ട്? ആൻഷ്യന്റ് പ്ലസ് മെഡീവൽ. സോ ഈ ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് എന്ന് പറയുന്ന എൻറ്റയർ ഏരിയ ആണ് നിങ്ങളുടെ മോഡേൺ ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഇതെല്ലാം നിങ്ങളുടെ മെയിൻസിന്റെ സിലബസായി കമ്പയർ ചെയ്താൽ 2 ഹിസ്റ്ററിയും കൂടി ഉണ്ട്. മെയിൻസിന് ഏതൊക്കെയാ? വേൾഡ് ഹിസ്റ്ററി ഉണ്ട്, പിന്നെ ഹിസ്റ്ററി പോസ്റ്റ് ഇൻഡിപെൻഡൻസ്. വേൾഡ് ഹിസ്റ്ററിയും പോസ്റ്റ് ഇൻഡിപെൻഡൻസും നിങ്ങൾക്ക് എൻറ്റയറിന് എവിടെ മാത്രമേ വരുന്നുള്ളൂ? നിങ്ങളുടെ മെയിൻസിനെ വരുന്നുള്ളൂ. അതുകൊണ്ട് അതിനിവിടെ നിങ്ങൾ കോൺഫ്ലിക്റ്റ് ആയിട്ട് കൊണ്ടുവരേണ്ട ആവശ്യം വരുന്നില്ല. സോ ഇതൊക്കെയാണ്. ദെൻ ബാക്കി എല്ലാ സബ്ജക്ട്സും ഇവിടെ വരുന്നുണ്ട്. നമ്മൾ ഓരോ സബ്ജക്ട്സും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് PYQസും കാര്യങ്ങളും നമ്മൾ അനലൈസ് ചെയ്ത് പോകും. ഈ PYQs എൻറ്റയറിന് ഇവിടെ നമ്മൾ ടോപ്പിക് വൈസ് മാത്രം പഠിക്കുന്നു. PYQസിന് വേറൊരു ഡിഫറെൻറ്റ് മെത്തേഡ് ഓഫ് അനലൈസ് നമ്മൾ വേറെയും ചെയ്യും. എങ്ങനെ? ഓരോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളെ കൊണ്ട് ചെയ്യിക്കും. നിങ്ങളെ കൊണ്ട് ചെയ്യിച്ച് കഴിഞ്ഞിട്ട് അതിനെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഫാക്ട്സ് വിടും. അതായത് ഫാക്ച്വൽ ആയിട്ടുള്ള കണ്ടന്റ് പഠിച്ച് കിട്ടുന്നത് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റും. അത് നമ്മളിങ്ങനെ സബ്ജക്ട് വൈസ് നമ്മൾ കവർ ചെയ്യും. അറ്റ് ദ സെയിം ടൈം നമ്മൾ എന്ത് ചെയ്യും? PYQs ലോജിക്കൽ ഗസ് വെച്ചിട്ട് സാധനങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റും. ആ ലോജിക്കൽ ഗസസ് എങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളത് നമ്മൾ PYQs വെച്ചിട്ട് തന്നെ ചെയ്യും. അതിന് ടെസ്റ്റ് സീരീസിൽ നമ്മൾ ചെയ്തു തന്നിട്ട് കാര്യമില്ല. കാരണം UPSCയിൽ ഇത് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് വേണം ചെയ്യാൻ. എങ്കിൽ മാത്രമേ ഇത് നടക്കുള്ളൂ. ഓക്കെ, ഇനി ഈ സെക്ഷനിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ആയിട്ട് കാണിച്ചു തരും, നിങ്ങൾ അറ്റൻഡ് ചെയ്യും, നിങ്ങൾ ഉത്തരം പറയും. അത് കഴിഞ്ഞിട്ട് ഉത്തരത്തിലേക്ക് നമ്മൾ ഡിസ്കഷനിലേക്ക് കടക്കും. ദെൻ രണ്ടാമത്തെ കേസ് നിങ്ങളുടെ സബ്ജക്ട്സ് പഠിപ്പിക്കലേ അല്ല. ഒരു 10, 20, 30 ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ ചെയ്യുന്നതിനിടയ്ക്ക് തന്നെ നിങ്ങൾ ഇത്രയും കാലം പഠിച്ചത് എന്തൊക്കെ മിസ്റ്റേക്സ് ഉണ്ട് നിങ്ങൾ മനസ്സിലാക്കണം. പഠിച്ച് സ്ട്രോങ് ആണെങ്കിൽ അത്രയും നല്ലത്. മിസ്റ്റേക്സ് ആണെന്നുണ്ടെങ്കിൽ തിരുത്താനുള്ള ടൈം കൂടി കിട്ടും. ഓക്കെ, സോ ഫസ്റ്റ് സെക്ഷൻ ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻ്റെ അനാലിസിസ്. ഇത് 2000 നമ്മൾ ക്വസ്റ്റ്യൻ ഇവിടെ ചെയ്യുന്ന സമയത്ത് നമ്മൾ 90s മുതലുള്ളത് 2024 വരെ കഴിഞ്ഞ കൊല്ലം വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അറ്റ് ദ സെയിം ടൈം നമ്മൾ എന്തേ ചെയ്യുള്ളൂ? ഈ ക്വസ്റ്റ്യൻ്റെ എത്ര ട്രെൻഡ് നോക്കുന്ന സമയത്ത് ലാസ്റ്റ് ഒരു 7 വർഷത്തെ ട്രെൻഡ് മാത്രമേ നമ്മളിവിടെ എടുത്തിട്ടുള്ളൂ. ഓക്കെ, സോ 2017 എത്ര ക്വസ്റ്റ്യൻ ഉണ്ട്? 7 ക്വസ്റ്റ്യൻ. 8 കറക്റ്റ് സെൻറ്റർ 7 ക്വസ്റ്റ്യൻ. 2018 6 ക്വസ്റ്റ്യൻ.
2019 5 ക്വസ്റ്റ്യൻ, 2020 എത്ര 11 ക്വസ്റ്റ്യൻ, അത് 2021 ആകുമ്പോൾ 8 ക്വസ്റ്റ്യൻ, 2022 8 ക്വസ്റ്റ്യൻ, 2023 8 ക്വസ്റ്റ്യൻ, കഴിഞ്ഞ കൊല്ലം 5 ക്വസ്റ്റ്യൻ. സോ അപ്രോക്സിമേറ്റ്ലി ഒരു 10 മാർക്ക് നിങ്ങൾക്ക് എവിടെ കിട്ടും? ആൻഷ്യന്റിൽ മാത്രം കിട്ടും. 10 മാർക്ക് എന്ന് പറഞ്ഞാൽ വലിയ മാർക്കാണ് അല്ലേ? ഓരോ സെക്ഷനിൽ 10 മാർക്ക് വെച്ചെങ്കിലും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ സബ്ജക്ട്സിനും 10 മാർക്ക് കിട്ടിയാൽ ഒരു 60 മാർക്ക് ഈസിലി കിട്ടും. അതുകൂടാതെ എൻവയോൺമെന്റിലൊക്കെ ഒരു 18 ക്വസ്റ്റ്യനുകൾ ഉണ്ടാവും. അവിടുന്ന് മാക്സിമം 30 മാർക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഈസിലി ക്ലിയർ ചെയ്യാം. സത്യത്തിൽ ഞാൻ പറയുന്ന സമയത്ത് പ്രിലിംസിന് നിങ്ങൾക്ക് 120 മാർക്ക് വേണം. ഓക്കെ, ഷുവറായിട്ട് നിങ്ങൾ ക്വാളിഫൈ ചെയ്ത് പറയാൻ വേണ്ടിയിട്ട്. ടോട്ടൽ എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്? 200 മാർക്കിന്റെ ക്വസ്റ്റ്യനാണ്. 200ന് 120 മതി നിങ്ങൾക്ക്. മതി എന്നല്ല, 120 വേണം. 120 വേണം പറയുമ്പോൾ സബ്ജക്ട് വൈസ് ഡീകോഡ് ചെയ്ത് ഹിസ്റ്ററി മൊത്തം എടുത്തോ. ഹിസ്റ്ററി ഇപ്പൊ 20 തന്നെ 10 ക്വസ്റ്റ്യൻ, 20 ക്വസ്റ്റ്യൻ 15 ക്വസ്റ്റ്യൻ എടുത്തോ. ഹിസ്റ്ററിയിൽ 15 ക്വസ്റ്റ്യൻ 10 ക്വസ്റ്റ്യൻ ശരിയാക്കി. 10 ക്വസ്റ്റ്യൻ അറിയുന്നതാണ് അറ്റൻഡ് ചെയ്ത് ശരിയാക്കി. എത്ര മാർക്ക് കിട്ടും? 20. പൊളിറ്റി എന്തായാലും 15 ക്വസ്റ്റ്യൻ ഉണ്ട്, അതിൽ 12 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. എത്ര മാർക്ക് കിട്ടും? 24. ജോഗ്രഫിയിൽ ഉണ്ട് ഒരു 10-12 ക്വസ്റ്റ്യൻ, അതിൽ 10 ഈസിയാണെന്ന് വിചാരിച്ചു, 20 മാർക്ക് കിട്ടും. ദെൻ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഞാൻ ഷോർട്ടായിട്ട് പറയുന്നില്ല, എന്തായാലും 12 മുതൽ 15 വരെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഒരു 8 കിട്ടിയെന്ന് വിചാരിച്ചു, എത്ര മാർക്കായി? 16 മാർക്ക്. എൻവയോൺമെന്റ് എന്തായാലും 20ന്റെ അടുത്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 20ന്റെ അടുത്തുള്ള ക്വസ്റ്റ്യൻസിൽ ഒരു 40 മാർക്കാണ് വരുന്നത്. ഒരു 30 മാർക്കിന് 15 അല്ലെങ്കിൽ 12 കൂട്ടി 24. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് എത്ര മാർക്കായി? മാക്സിമം പോസിബിൾ ആയിട്ടുള്ള കാര്യം മാത്രം, നെഗറ്റീവ്സ് വരാം. 20, 20, 44, 64, 70, 10, 80, 104. ഇനി എന്തൊക്കെ വരാണ്ട്? എക്കണോമി വരാണ്ട്, IR വരാണ്ട് ഇല്ലേ? നിങ്ങളിപ്പോ ഈ ഒരു ഇത്രയും നമ്മൾ പറഞ്ഞ ഏരിയയിൽ മൊത്തം ഒരു 10 തെറ്റിച്ചാൽ പോലും നിങ്ങൾക്ക് അതിനെ കോമ്പൻസേറ്റ് ചെയ്യാനുള്ള മാർക്ക് എവിടുന്ന് കിട്ടും? എക്കണോമിയിലും IR കിട്ടും. സോ ബേസിക്കലി ഇത് വലിയൊരു ബാലികരമായി ഒന്നല്ല ഫ്രണ്ട്സ് പാസ്സാവെന്ന് അറിയുന്നത്. ഞാൻ എൻ്റെ ഇത്രയും കാലത്ത് എക്സ്പീരിയൻസ് പറയാണ്, മാർക്ക് ഈസിലി 90 മുതൽ 100 വരെയുള്ള മാർക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും? നിങ്ങൾ പ്രോപ്പർ മെത്തേഡ് പ്രോപ്പറായിട്ട് പഠിച്ചു പോയ ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും 80 മുതൽ 90 വരെയുള്ള മാർക്ക് എന്തായാലും കിട്ടും. അതിനപ്പുറത്തേക്ക് കടക്കാൻ വേണ്ടി മാർക്ക് സ്ട്രഗിൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിനാണ് നിങ്ങളുടെ എക്സ്ട്രാ എഫേർട്ട് കിട്ടും. സോ ആ എക്സ്ട്രാ എഫേർട്ട് ഇടുന്ന ആൾക്കാർ പാസ്സാവും. ഓക്കെ, സോ ഇതാണ് ആൻഷ്യന്റിന്റെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്. സോ ആദ്യത്തെ ടൈമിൽ പ്രീ ഹിസ്റ്റോറിക് കൾച്ചർ. പ്രീ ഹിസ്റ്റോറി അറിയുമ്പോൾ എന്താ പ്രീ ഹിസ്റ്ററി പറഞ്ഞാൽ? പാലിയോലിത്തിക്, മിസോലിത്തിക്, നിയോലിത്തിക്, ചാൽക്കോലിത്തിക്, അയൺ ഏജ്. പ്രീ ഹിസ്റ്ററി എന്ന് പറയുന്ന സമയത്ത് എന്ത് വന്നിട്ടില്ല? റൈറ്റിങ്സ് അല്ലെങ്കിൽ ലാംഗ്വേജ് എന്ന് പറയുന്ന സാധനം എന്ത് വന്നിട്ടില്ല? എമേർജ് ചെയ്ത് വന്നിട്ടില്ല. ആ ഒരു ടൈമിങ്ങിനെയാണ് നമ്മൾ പ്രീ ഹിസ്റ്റോറിക് ടൈം പീരീഡ് എന്ന് പറയുന്നത്. ബേസിക്കലി പ്രീ ഹിസ്റ്റോറിക്സിന് പണ്ട് കാലത്ത് ക്വസ്റ്റ്യൻസ് കുറവാണ്. നിങ്ങൾ PYQs അനലൈസ് ചെയ്ത ഒരു 1990s കാലഘട്ടത്തിലൊക്കെ പ്രീ ഹിസ്റ്റോറിക്കിൽ ക്വസ്റ്റ്യൻസ് കുറവാണ്. പക്ഷേ റീസെന്റ് ട്രെൻഡ് അനുസരിച്ച് പ്രീ ഹിസ്റ്റോറിക് ടൈം പീരീഡിൽ ക്വസ്റ്റ്യൻസ് കൂടുതലുണ്ട്. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ 2020. ക്വസ്റ്റ്യൻ വായിക്കുക, ഉത്തരം പറയാം. ഏതാ? C or D. ഫസ്റ്റ് വൺ ഓപ്ഷൻ സ്റ്റേറ്റ്മെന്റ് ബുർസാവോ. എന്താ ബുർസാവോന്റെ പ്രത്യേകത? എവിടെയാണ് ലൊക്കേഷൻ? ജമ്മു കാശ്മീരിലാണ് ഈ ഒരു ലൊക്കേഷൻ കിടക്കുന്നത്. സോ ജമ്മുവിലുള്ള ലൊക്കേഷനാണ്. ഇവിടെ നിന്നാണ് നമുക്ക് എന്ത് കിട്ടിയത്?
ഒരു ഡോഗിനെ പ്ലസ് മാസ്റ്ററിനെ ഒരുമിച്ച് ബറി ചെയ്തിട്ടുള്ള ലൊക്കേഷൻ കിട്ടിയത്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ റോക്കറ്റ് ട്രെയിൻസ് ഒന്നും കിട്ടിയിട്ടില്ല. ഇത് നമ്മുടെ എവിടെ പറയുന്നതുമാണ്, NCERT പറയുന്ന ലൊക്കേഷൻ. അപ്പൊ അത് നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട ലൊക്കേഷനാണ്. സോ ഇത് ഒഴിവാക്കി. അപ്പോൾ എയും പോയി, ബിയും പോയി. ഗാനേഷ് എന്ന് പറഞ്ഞാൽ കോപ്പർ ആർട്ടിഫാക്ട്സ് എന്ന് പറയുന്ന സമയത്ത് ഇത് ചാർക്കോലിത്തിക് ടൈം പീരീഡിലുള്ള ലൊക്കേഷൻസ് ആണ്. ഹരപ്പാ സമയത്ത് ചാർക്കോലിത്തിക് ടൈം പീരീഡ് ആണ്. അപ്പൊ അവിടെ എന്തായാലും ഉണ്ടോ, കോപ്പർ ഉണ്ടോ? ചാന്ദ്ര കെട്ടോഗ്ര എന്ന് പറയുന്നത് ടെറാക്കോട്ട ആർട്സ് ഫേമസ് ആയിട്ടുള്ള ലൊക്കേഷൻസും ആണ്. സോ ഇതിന് ബേസിക്കലി ഇതും ഏതാണ്, നിയോലിത്തിക് ടൈം പീരീഡിലേക്ക് വരുന്നൊരു ഏരിയ ആണ്. ഓക്കെ, ഇതായിരുന്നു ഒരു ക്വസ്റ്റ്യൻ. പിന്നെ ഇതിന് ജനറലി പറയുന്നത് ടെറാക്കോട്ട ആർട്ട് നമുക്ക് ഇവിടെ നിന്നൊക്കെ കിട്ടാൻ സാധ്യത ഉണ്ട്, വെൽ നോൺ ഫോർ അവർ സാധ്യത കൂടുതലാണ്. ദെൻ ഇതിന്റെ ഓപ്ഷൻ വരുന്നത് ഡി ആണ്. പക്ഷെ ഇതില് ഇതാണ് നിങ്ങൾ ഇപ്പോഴും നിങ്ങൾ എക്സാം ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അധികം സ്റ്റുഡൻസ് പറയുന്നത് സാർ 2 സ്റ്റേറ്റ്മെന്റ് അറിയാം, 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് അറിയില്ല. അത് തന്നെയല്ലേ ഇവിടെ നടക്കുന്നത്. ഇത് കംപ്ലീറ്റ് നിങ്ങളുടെ NCERT എന്നാണ് ഫസ്റ്റ് ഡാറ്റ തന്നത്. പിന്നെ നിങ്ങളോട് പറയുന്നത് ഒരു ചാൻസ് എടുക്കാനാണ്. ആ ധൈര്യം ഇല്ല ആൾക്കാർക്കാണ് മാർക്ക് കിട്ടും. ഓക്കെ, സോ അതാണ് ഇവിടുത്തെ ഒരു ബേസിക് കാര്യം. ദെൻ ഇതൊക്കെ ഫേമസ് ആയ ലൊക്കേഷൻസ് ആണ്. ഇതായിരുന്നു ഒരു ക്വസ്റ്റ്യൻ. ഇത് 2023 ചോദിച്ചിട്ടുള്ള പ്രീ ഹിസ്റ്റോറിക് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ദെൻ രണ്ടാമത് അയച്ചത് ചാന്ദ്രഖേതുഗ്ര ഒഡീഷ ട്രേഡിംഗ് പോർട്ട്. രണ്ടാമത്തത് ഇൻമഗാവ് മഹാരാഷ്ട്ര ചാൽക്കോലിത്തിക് സൈറ്റ്. ദെൻ മാങ്ങാട് കേരള മെഗാലിത്തിക് സൈറ്റ്. ദെൻ സാരികുണ്ടം ആന്ധ്രാപ്രദേശ് റോക്കറ്റ് കേവ് സൈറ്റ്. One and two only, 2 and 3 only, 3 and 4, 1 and 4. സെക്കൻഡ് വൺ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് എവിടെ കിട്ടുന്നതാ, NCERTയിലുള്ള ഡയറക്റ്റ് ഡാറ്റയാണ് ഈ തന്നത്. സോ NCERTയിലുള്ള ഡയറക്റ്റ് ഡാറ്റയാണ് ഇവിടെ തന്നത്. അപ്പൊ ഇത് ശരിയാണ്. സെക്കൻഡ് വൺ ശരിയായിട്ട് എത്ര ഓപ്ഷൻസ് ഉണ്ട്? തേർഡ് ഓപ്ഷനും പോയി, ഫോർത്തും പോയി. മാങ്ങാട് കേരള പേരുണ്ട്. ഇത് ശരിക്കും കൊല്ലത്തുള്ളതാണ്. ഇതേ പേരിൽ തന്നെ കോഴിക്കോട് ഒരു ലൊക്കേഷൻ മാങ്ങാട് വില്ലേജ് ആണ്. സോ ഇത് കൊല്ലത്ത് മെഗാലിത്തിക് സൈറ്റ്സിന് ഫേമസ് ആയ ലൊക്കേഷൻ ആണ് ശരിക്കും മാങ്ങാട് എന്ന് പറയുന്നത്. ദെൻ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് തേർഡ് കറക്റ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരപ്പോ ഇനി ഫസ്റ്റത്തെ എന്താ തെറ്റെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വെസ്റ്റ് ബംഗാളാണ്. ട്രേഡിംഗ് പോർട്ടാണ് വെസ്റ്റ് ബംഗാൾ. ഇത് നമുക്ക് ഫേമസ് ആയിട്ടുള്ള ലൊക്കേഷനാണ്. സാരികുണ്ടം എവിടെയാ? കർണാടക അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശ്. എവിടെയാണ് സാധ്യത കൂടുതൽ? എവിടെ വരും? ആന്ധ്രാപ്രദേശ് തന്നെയാണ്. പക്ഷെ അവിടെ എന്തില്ല, ലൊക്കേഷൻ ആന്ധ്രാപ്രദേശ് തന്നെയാണ്. പക്ഷെ ഇവിടെ എന്തെങ്കിലും ഉണ്ടാവും. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ഏത് ഏരിയയെ കുറിച്ചാണ്? പ്രീ ഹിസ്റ്ററി ഇങ്ങനൊരു സാധനം ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്, കുറവാണ്. അപ്പൊ അതെന്താണ്? തെറ്റാണ്. അവിടെ പ്രീ ഹിസ്റ്ററി അങ്ങനത്തെ റോക്കറ്റ് സ്റ്റേജ് ട്രയൽസ് ഒന്നുമില്ല. സോ ഈ രണ്ട് ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്തേ. ഇതിൽ ബി ഓപ്ഷൻ 2024 ക്വസ്റ്റ്യനാണ്. ഒന്ന് 2023, അടുത്തത് 2024. ഇത് തന്നെ എന്ത് മനസ്സിലാക്കാം? ഇപ്പോഴാണ് പ്രീ ഹിസ്റ്ററി ചോദിക്കുന്നത്.
ഇനി പ്രീസ്റ്റ് പഠിക്കുന്നതിൽ മെയിൻലി ഫോക്കസ് ചെയ്യും വേണം. സൈറ്റ്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലൊക്കേഷൻസ് നോക്കണം, അതിന്റെ പ്രത്യേകതകളും അറിയണം. സോ ഇതാണ് പ്രീ ഹിസ്റ്ററിയിൽ ഇവർ ചോദിക്കുന്ന ചോദ്യം. ഇതിലത്തെ അനലൈസ് ചെയ്തത് ആദ്യത്തെ ക്വസ്റ്റ്യൻ, ബുർസാവം അവിടെ എന്തിനാണ് ഫേമസ് ആയിട്ടുള്ളത് ചോദിച്ചു. റോക്കറ്റ് ഷ്രൈൻസിന് ഇതിനു വേണ്ടിയിട്ടാണ് ഫേമസ്. അടുത്ത ഓപ്ഷൻ നോക്ക്, റോക്കറ്റ് കേവ് ഷ്രൈൻസ് എന്ന് പറഞ്ഞിട്ട് തേർഡ് ഓപ്ഷന്റെ സ്റ്റേറ്റ്മെന്റ് എന്താണ്. അപ്പൊ അതെന്താ അർത്ഥം, ഈ സാധനം ആ ടൈമിൽ റോക്കറ്റ് കേവ് ഷ്രൈൻസ് ഇല്ല എന്ന ട്രഡീഷൻ അറിയാണെന്നുണ്ടെങ്കിൽ ഈ ഓപ്ഷൻ നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാം. ഈ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്താൽ 50 എത്തും, ഇവിടെ എത്തും. മാങ്ങാട് മിക്കവാറും കറണ്ട് അഫയേഴ്സിലൊക്കെ റിലേറ്റഡ് ആയിട്ടാണ് വരാൻ സാധ്യത. സോ അത് പിന്നെ 2023 ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്ത് പഠിച്ചു പോയ ഒരു സ്റ്റുഡൻറ് എന്ത് ചെയ്യും, ഓരോ സൈറ്റും പഠിക്കും, അതിന്റെ ഇമ്പോർട്ടൻസും പഠിക്കും. അപ്പൊ UPSC എന്ത് ചെയ്തു, എക്സ്ട്രാ ഒരു ഫാക്റ്റും കൂടി ആഡ് ചെയ്ത് ആ ക്വസ്റ്റ്യൻ ഒരു ട്വിസ്റ്റ് ആവാൻ വേണ്ടി എന്ത്, ഏത് സ്റ്റേറ്റിലാണ് ആ ഒരു കറന്റ് അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് കൂടി ആഡ് ചെയ്ത് വെച്ചു. നിങ്ങൾ NCERT വായിക്കുകയാണെങ്കിലൊക്കെ നിങ്ങൾക്ക് എന്തേ കിട്ടുള്ളൂ, സൈറ്റ് എന്താണ് പ്രത്യേകത, സൈറ്റ് എന്താണ് പ്രത്യേകത, ഇത്രയേ ഉള്ളൂ. കറന്റ് ഏത് സ്റ്റേറ്റിലാണെന്നുള്ള അവിടെ കിട്ടും ഉണ്ടാവും. അപ്പൊ അത് നിങ്ങൾ കുറച്ച് വർക്ക് ചെയ്യണം എന്നുള്ളതാണ് UPSC ചെയ്യുന്നത്. സോ അടുത്ത പ്രീസ്റ്റ് വായിക്കുന്ന സമയത്ത് ലൊക്കേഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, ഇത്തരം കേസസ് കൂടുതലായിട്ട് പറയാം. പിന്നെ രണ്ടാമത്തെ കേസ് ഒരു ക്വസ്റ്റ്യൻ ആഡ് ചെയ്തിട്ടില്ല, ചില അത് ലാസ്റ്റിലേക്ക് ആഡ് ചെയ്യാൻ വെച്ചിട്ട് വെച്ചതാണ്. ചില ക്വസ്റ്റ്യൻസിൽ അവർ ആർക്കിയോളജിക്കൽ എവിഡൻസസ് കണ്ടെത്തിയ ആൾക്കാരില്ലേ, ആർക്കിയോളജിസ്റ്റ് ഉണ്ടാവില്ല, ഓരോ സ്ഥലത്തും ഓരോ കണ്ടെത്തുന്നത്, അവരുടെ പേര് പിക്ക് ചെയ്ത് വെച്ചിട്ടൊക്കെ ചോദ്യം ചോദിക്കും. സോ അതും സോ ഇതാണ് പ്രീ ഹിസ്റ്ററി. സോ ഇനി പ്രീ ഹിസ്റ്ററിയിലെ ഒരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, ഈ പറഞ്ഞത് മൊത്തം ചാൽക്കോലിത്തിക്, നിയോലിത്തിക്, ഈ രണ്ട് ഏരിയയിലാണ് മെയിൻലി ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. സോ ഈ ഏരിയയിലുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന ലൊക്കേഷൻസും കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. പിന്നെ ബുർസാവൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പറയുന്നതാണ്, ഇൻമഗാവിന് NCERT ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ലൊക്കേഷൻസാണ്. അതുകൊണ്ട് അടുത്ത ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത്, പ്രീ ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് ആദ്യം ചെയ്യേണ്ട കാര്യം NCERT എടുക്കുക. NCERT എടുത്തത് അതിലെ ഹിസ്റ്ററി പോർഷൻസിൽ പ്രീ ഹിസ്റ്ററിയിൽ വരുന്ന ലൊക്കേഷൻസ് ഒന്ന് നോക്കുക, അതിൻ്റെ ഇമ്പോർട്ടൻസ് നോക്കി വെക്കുക. NCERT ഒരു ഓപ്ഷൻ എന്തായാലും ഇതിൽ വരുന്നുണ്ടല്ലോ, സോ നമുക്ക് ഈസിലി ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. സോ 50-50 ഈസി എത്താൻ പറ്റും. ബാക്കി നമുക്ക് ഗസ് വർക്കും സാധനം വെച്ചിട്ട് എടുക്കാൻ പറ്റും. പിന്നെ കറണ്ട് അഫയേഴ്സ് വായിച്ചു കഴിഞ്ഞാൽ കുറേ കിട്ടും. ദെൻ ഈ ക്വസ്റ്റ്യൻ ഞാൻ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ ശരിയാക്കാൻ ഉപയോഗിച്ച കാരണം, നമ്മുടെ ഇത് കേട്ടിരുന്നു സിനിമ മരക്കാർ അറബിക്കടലിലെ സിംഹം, അതിൽ ഹരീഷ് പേരിയുടെ കഥാപാത്രത്തിന്റെ പേര് മാങ്ങാട്ടച്ചൻ. സോ അത് കാലിക്കറ്റുള്ള ഏരിയ ആണ്. സോ ഈ ഒരു ടേം കേട്ടപ്പോൾ തന്നെ എനിക്ക് ഓർമ്മ വന്നത് ആ ഒരു ക്യാരക്ടറാണ്, മാങ്ങാട്ടച്ചൻ എന്ന് പറയുന്നത്. സോ ബേസിക്കലി ആ ഒരു ടേം അങ്ങനെ നമുക്ക് റിലേറ്റ് ചെയ്തിട്ട് കിട്ടും. സോ ഇല്ല, കേരളത്തിലുള്ള വേറെ ഓപ്ഷൻസ് അവിടെ വന്നു കഴിഞ്ഞാൽ തെറ്റിക്കാം. പക്ഷെ ഇതിനുള്ള പ്രത്യേകത എന്താ പറഞ്ഞാൽ, നിങ്ങൾ കേരള ഹിസ്റ്ററി അല്ലെങ്കിൽ മൊത്തം ഹിസ്റ്ററി നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ കേരളത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ പ്രീ ഹിസ്റ്റോറിക് എവിഡൻസസിൽ മാക്സിമം വരുന്ന സാധനം മെഗാലിത്തിക് സൈറ്റ്സാണ്. അതാണ് നമ്മുടെ ഇവിടെയുള്ള ഹിസ്റ്റോറിക് എവിഡൻസസിൽ എടുത്തു പറയുന്നത്. അതുകൊണ്ട് ഈ ഓപ്ഷനിലേക്ക് ആരും അത്ര കേരളം മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡൗട്ട് പറയില്ല. അറ്റ് ദ സെയിം ടൈം ലൊക്കേഷൻ പിന്നെ പെർട്ടിക്കുലർലി കേരളം എന്ന് പറയുമ്പോൾ നമുക്ക് ആ പേരോട് കേൾക്കുന്ന സമയത്ത് ക്ലിയർ ആവും. സോ ഇതാണ് പ്രീ ഹിസ്റ്ററി നമുക്ക് ഗസ് ചെയ്ത് ശരിയാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. സോ അത് നമ്മൾ കേരളത്തിലായതുകൊണ്ടാണ് നമുക്കത്. ഇത് വേറെ സ്റ്റേറ്റിലാണെന്നുണ്ടെങ്കിൽ വേറെ സ്റ്റേറ്റുകാർക്ക് മാങ്ങാട്ട് എവിടെയാണോ ഇല്ലെന്നില്ല, അവർക്ക് ഇതിന്റെ പ്രൊണൗൺസിയേഷൻ ഇതാണോ എന്ന് പോലും പറയാൻ പറ്റില്ല. സോ അവർക്ക് തെറ്റിക്കാനുള്ള സാധ്യത കൂടുതലായിരിക്കും. സോ നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് നമ്മൾ എന്താക്കണം, യൂസ് ചെയ്യണം. അതല്ലാന്നുണ്ടെങ്കിൽ അഡ്വാൻറ്റേജ് പോയി പോകും. ഇപ്പോൾ ഹിന്ദി അറിയുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. പ്രിൻസിൽ ഹിന്ദി സൈഡ് വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ചില ടേംസിൻ്റെയൊക്കെ ട്രാൻസ്ലേഷൻ അവിടെ അവൈലബിൾ ആയിരിക്കും. ആ ട്രാൻസ്ലേഷൻ വെച്ച് കഴിഞ്ഞാൽ ടേംസ് സാധാരണ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അത് എന്താണ് ഒരു ട്രിക്കാണ്. സോ അത് ഹിന്ദി അറിയുന്ന ആൾക്കാർക്ക് പറ്റും. ഓക്കെ, ഇത്രയാണ് പ്രീ ഹിസ്റ്ററി. അപ്പോൾ പ്രീ ഹിസ്റ്ററിയിൽ മെയിൻലി റിവൈസ് ചെയ്യുമ്പോൾ ചാൽക്കോലിത്തിക്കും നിയോലിത്തിക്കും ആദ്യം റിവൈസ് ചെയ്യാം. സൈറ്റ്സ് ഇമ്പോർട്ടൻ്റ്ലി നോക്കുക. പിന്നെ ഇതുവരെ ട്രഡീഷൻസും കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല, അവരുടെ കൾച്ചർ എങ്ങനെയാണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവിടെ ചോദിച്ചിട്ടില്ല. ഹണ്ടിങ് ഗാദറിങ് ആണെങ്കിലും ഒന്നും. പിന്നെ പെയിന്റിങ്സിനെ കുറിച്ച് പ്രീ ഹിസ്റ്ററി പെയിന്റിങ്ങിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് മെയിൻസിലാണ് ചോദിച്ചിട്ടുള്ളത്. സോ അത് അവിടെ വരുന്നത്. അതുകൊണ്ട് ഈ ഏരിയകളൊക്കെ ഒന്ന് നോക്കി വെക്കുക.
ഇനി അടുത്ത ഏതാ ടൈം സ്കെയിൽ വെച്ചെടുത്ത് പ്രോട്ടോഹിസ്റ്ററി. പ്രോട്ടോഹിസ്റ്ററി പറയുന്നത് ഇൻഡസ് വാലി സിവിലൈസേഷൻ. അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ ഇൻഡസ് വാലി സിവിലൈസേഷനെ തന്നെ 3 ഫേസസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. ഏതൊക്കെയാ? ഏർലി ഫേസ്, മെച്യൂർ ഫേസ്, ലേറ്റർ ഫേസ്. ഇതിൽ ഏർലി ഫേസസ് എന്ന് പറയുന്ന സമയത്ത് മെയിൻലി എന്താ? റൂറൽ ആണ്. ദെൻ ബേസിക്കലി ഇവരുടെ പോപ്പുലേഷൻ ബൈജുസ്ഥാനിൽ നിന്ന് ഇൻഡസ് വാലിയിലേക്ക് ഇപ്പോൾ ഷിഫ്റ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഏർലി ഫേസസ് ആണ്. ഇനി മെച്യൂർ ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൗൺ പ്ലാനിങ്ങും വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഹ്യൂമൻ സെറ്റിൽമെന്റ്സും കാണുന്ന ഏരിയ, അതാണ് മെച്യൂർ. ഇനി ലേറ്റ് ഹാരപ്പൻ സ്റ്റേജ് എന്ന് പറയുന്നത് ഡിക്ലൈൻ തുടങ്ങും സിവിലൈസേഷന്റെ. സോ ഡിക്ലൈനെ കുറിച്ച് ഒരുപാട് കാരണങ്ങൾ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഡിക്ലൈൻ ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ കാരണങ്ങൾ? ഒരു കാരണം പറഞ്ഞു, ഹാരപ്പ ഡിക്ലൈൻ ചെയ്യാൻ നീ 5 ഹാരപ്പ ഡിക്ലൈൻ ചെയ്യാൻ ഒരു കാരണം എന്താ പോലെ ഫ്ലഡ്. പിന്നെ ഫസ്റ്റ് എന്തെങ്കിലും ലോകം എന്തൊക്കെ കാരണം പറയുന്നത്? ഭൂമി കുലുക്കം, ഡെസേർട്ടിഫിക്കേഷൻസ്, ആര്യൻസിന്റെ ഇൻവേഷൻ, ദെൻ ഫോറസ്റ്റ് ഫയർ വന്ന്, ഇങ്ങനത്തെ ഇഷ്ടംപോലെ കാരണങ്ങൾ പറയുന്നത്. അതാണ് ഫ്ലഡ് എന്ന് പറഞ്ഞത്. ഫ്ലഡ് എന്ന് പറഞ്ഞത്. സോ ഇത്രയും കാര്യങ്ങളുണ്ട്. എർത്ത് കേക്ക്, അവര് മൈഗ്രേഷൻ സ്റ്റാർട്ട് ചെയ്തു. അവർ ഫ്ലഡ് ഏരിയയിൽ മൈഗ്രേഷൻ സ്റ്റാർട്ട് ചെയ്തു. സോ ഇതൊക്കെ കാരണങ്ങളാണ്. ഇത് ചില UPSC എക്സാംസിൽ ചോദിക്കാറുണ്ട്. നമ്മളൊക്കെ ഇതുവരെ ചോദിച്ചിട്ടില്ല വാട്ട് ആർ ദ കോസസ് ഓഫ് ദ ഡിക്ലൈൻ ഓഫ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. അറ്റ് സെയിം ടൈം ഇതിന് മുന്നേ CAPF പോയപ്പോഴും അതേപോലെ തന്നെ EPF എക്സാംസിന് പോയപ്പോഴും ഈ കാരണങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. സോ ഇങ്ങനത്തെ കാരണങ്ങൾ വന്നു കഴിഞ്ഞാൽ ഏത് കാരണം ഉറപ്പിച്ച് പറയാത്തതുകൊണ്ട് നമുക്ക് ഈസിയാണ് ഡിക്ലൈൻ്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ. ഏത് വന്നാലും ഇതൊക്കെ അതിനുള്ള കാരണം പോസിബിലിറ്റി ആയിട്ട് പറഞ്ഞു. അത് അതിന് ക്വസ്റ്റ്യൻ തന്നെ വരികയില്ല. വിച്ച് ആർ ദ ബിലോ ഗിവൺ ആർ ദ പോസിബിലിറ്റീസ് ഓഫ് ഡിക്ലൈൻ, പോസിബിലിറ്റീസ് ഫോർ ദ ഡിക്ലൈൻ ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ. അപ്പോൾ പോസിബിലിറ്റീസ് ഫോർ ഡിക്ലൈൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ എല്ലാവരും പോസിബിലിറ്റീസ് ആണ്. സോ ഇൻഡസ് വാലിയിലെ 2021 ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആൻഷ്യന്റ് ടൗൺ ഈസ് well known for its elaborate system for water harvesting and management of building a series of dams and channelizing water into connected reservoirs? തൊലവീര. എല്ലാവർക്കും അറിയാൻ ആൻസർ ആണല്ലോ. ഇനി ഈ ക്വസ്റ്റ്യന് പ്രത്യേകത എന്താണെന്ന് 2021 തൊലവീരനെ യുനെസ്കോന്റെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലേക്ക് ഇൻക്ലൂഡ് ചെയ്തു. സോ തൊളവീരൻ അങ്ങനെ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും? ആ കൊല്ലത്തെ കറണ്ട് അഫയേഴ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൊക്കേഷനുമായിട്ട് അത് മാറും. സോ സിമ്പിളായിട്ട് വേണമെങ്കിൽ ചോദിക്കാം, വിച്ച് അമംഗ് ദ ബിലോ ഗിവൺ ഹാരപ്പൻ സൈറ്റ് ഹാവ് റീസെന്റ് ഇൻക്ലൂഡഡ് ദ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ലിസ്റ്റ് ചോദിച്ചാൽ മതി. പക്ഷേ UPSC എന്ത് പറഞ്ഞു? നിങ്ങൾ തൊളവീരൻ്റെ എല്ലാ ഫീച്ചേഴ്സും പഠിച്ചതല്ലേ. അപ്പോൾ ഈ ഫീച്ചേഴ്സ് ഒക്കെ ഞാൻ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നിങ്ങൾ എന്ത് പറഞ്ഞാൽ മതി? ഏതാണ് സൈറ്റ് എന്ന് പറഞ്ഞാൽ മതി, സിമ്പിളായിട്ട്. സോ അതാണ് ഇവിടെ സംഭവിച്ചത്. അതുകൊണ്ട് ഇതായിരുന്നു A ആണ് ആൻസർ. നെക്സ്റ്റ് 1998 ഒരു ക്വസ്റ്റ്യൻ. കുറച്ച് ലൊക്കേഷൻസ് തന്നിട്ടുണ്ട്, എന്നിട്ട് അതിനെ മാസ്റ്റർ ഫോളോ ചെയ്ത് തന്നിട്ടുണ്ട്. അത് കറക്റ്റ് ചെയ്തതാണ്. ഫസ്റ്റ് വൺ ലോത്തൽ ആൻഷ്യൻ ഡോക്യാ. യെസ്. സാർനാഥ്, he is famous for first sermon of Buddha. So 1 and 2 correct. അപ്പോൾ ഓപ്ഷൻ B eliminated. രാജ്ഗിർ, lion capital of Ashoka. സാർനാഥ് ആണ് lion capital. So തേർഡ് എലിമിനേറ്റ് ചെയ്യും. A ഓപ്ഷനും പോയി. നളന്ദ, ഗ്രേറ്റ് സീറ്റ് ഓഫ് ബുദ്ധിസ്റ്റ് ലെവൽ. യെസ്. അപ്പോൾ നളന്ദ യൂണിവേഴ്സിറ്റി. C
സി ആണ് ഉത്തരം. ഇതിൽ ഈ ഒരു ലോത്തിൽ വന്നതിനെ കൊണ്ടാണ് ഇത് ആൻഷ്യന്റിൽ നമ്മളിപ്പോൾ ഇവിടെ വേദിക്കിൽ ഡിസ്കസ് ചെയ്തത്. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാ ഇതിനും കൂടി മിക്സഡ് ആയിട്ടുള്ള. പക്ഷെ ഇത് പറയാൻ കാരണം ഇവിടെ എന്താ ചോദിച്ചത്? ലൊക്കേഷനാണ് ചോദിച്ചത്. നിങ്ങൾക്ക് ക്ലാസ്സസിലൊക്കെ എടുക്കുന്ന സമയത്ത് തന്നെ എന്ത് വരും? ലൊക്കേഷൻസ് വരും, അതിൻ്റെ പ്രത്യേകത വരും, തൊട്ടടുത്തോട്ട് പോകുന്ന റിവർ ഏതാണെന്ന് ഒരു ഡീറ്റെയിൽ ആയിട്ട് വരും. സോ UPSC ഇതുവരെ ലൊക്കേഷൻ അതിൻ്റെ പ്രത്യേകതയാണ് ചോദിച്ചിട്ടുണ്ട്. ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈവൻ നമ്മൾ ഡിസ്കസ് ചെയ്തതിൻ്റെ ക്വസ്റ്റ്യൻസിൽ ചിലതൊക്കെ റിപ്പീറ്റഡ്ലി വരാറുണ്ട്. അതായത് വിച്ച് എമംഗ് ദ ബിലോ ഇസ് നോട്ട് എ ഹാരപ്പൻ സൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ക്വസ്റ്റ്യൻസും വരാറുണ്ട്. നെക്സ്റ്റ് 2002 ക്വസ്റ്റ്യൻ. മാച്ച് ദ ലിസ്റ്റ്. ആൻഷ്യൻ സൈറ്റ് തന്നിട്ടുണ്ട് ഫസ്റ്റ് ലിസ്റ്റിൽ. ലിസ്റ്റ് 2 ആർക്കിയോളജിക്കൽ ഫൈൻഡിങ്സും തന്നിട്ടുണ്ട്. സോ ആദ്യത്തത് ലോക്കൽ. ലോക്കൽ എന്താ? ഡോക്യാർഡ്. സോ ആലോചിക്കേണ്ട കാര്യം, ഇതിന് മുമ്പത്തെ ക്വസ്റ്റ്യന്റെ ഫസ്റ്റ് ഓപ്ഷൻ എന്താ? ലോക്കൽ ആൻഷ്യൻ ഡോക്യാർഡ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ തന്നത്? അതായത് 4 കൊല്ലം കഴിഞ്ഞിട്ട് വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഈ കൊല്ലം എഴുതാൻ പോകുന്ന ഒരാൾ 10 കൊല്ലം മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിരുന്നെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ അയാൾക്ക് മാച്ച് ചെയ്യാൻ പറ്റും. 8 to 2 വരുന്ന 2 ഓപ്ഷനും അവിടെ കാണാം. ഓക്കെ. ദെൻ കലിബംഗൽ പ്ലസ് ഫീൽഡ് കിട്ടുന്നുണ്ട്. സോ B2 1. അത് നോക്കിക്കഴിഞ്ഞാൽ ഓപ്ഷനിൽ കാര്യമില്ല. ദെൻ ദൊലവീര, ബനവലിയിൽ ടെറാക്കോട്ട റിപ്ലിക്ക ഓഫ് പ്ലഫ്. സോ ഇതെന്താണ്? ഓപ്ഷൻ സി, ബി ഓർ ഡി? D2 3. ഓപ്ഷൻ ബി ഓപ്ഷൻ ആണ് കറക്റ്റ്. സോ ഇതൊക്കെ നിങ്ങൾക്ക് തരുന്ന മെറ്റീരിയൽസിലുണ്ട് ഇല്ലേ? അത് എവിഡൻസസും പഠിക്കണം. അതായത് 4 കൊല്ലം മുന്നേ UPSC ചോദിച്ചത് എന്താണോ അത് തന്നെ ഡീറ്റെയിൽ ആയിട്ട് UPSC എന്താക്കി ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് കൺവേർട്ട് ചെയ്തു. സോ PYQs പഠിക്കുക എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അതായത് PYQs പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്ലാരിറ്റി കിട്ടും ലൊക്കേഷൻസ് എങ്ങനെ ചോദിക്കുന്നു. ഇനിയിപ്പോൾ ഈ ലൊക്കേഷൻ കുറച്ച് ടഫ് ആക്കുകയാണെങ്കിൽ എന്താണ് സാധ്യതയുള്ളത്? റിവർ സിസ്റ്റം അതിന് മാച്ച് ഫോളോ ചെയ്യും തരാൻ പറ്റും. സോ അതാണ് അടുത്ത പ്രഡിക്ഷനിൽ അതേ വരാൻ പറ്റും. സോ ബേസിക്കലി ഇതാണ് സൈറ്റ്സിന്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. നെക്സ്റ്റ് 2011 അടുത്ത ക്വസ്റ്റ്യൻ. So, regarding the Indus Valley civilization, consider the following statement. It was predominantly a secular civilization. Yes or no? Yes. And religious elements through present did not dominate the sea. Yes. So, first statement is correct. During this period, cotton was used for manufacturing textiles in India. Yes. Cotton production is So, C. Both 1 and 2. This is 2011 question. In 2012 question. Which are the following characteristics or characteristics of the people of Indus Valley civilization? They possess the great palace and temples. നമുക്ക് ഇതിന്റെ എവിഡൻസ് ഒന്നും കിട്ടിയിട്ടില്ല. 1 എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ 2 ഓപ്ഷനിലേക്ക് എത്തും. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് മാത്രം വായിച്ചാൽ മതി. They worshipped both male and female deities. Yes. ഇതും എവിടുന്നാണ് ശരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്? NCERT ആണ്. നമ്മൾ ആദ്യം ഒരു പാറ്റേൺ പഠിച്ചില്ല. അതായത് ഫീൽഡ് മീൻസ് എവിഡൻസസ് കിട്ടി, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് പശുപതി സീലും കിട്ടുന്നുണ്ട്, മദർ ഗോഡസും കിട്ടുന്നുണ്ട്. ഇത് രണ്ടുമാണ് നമുക്ക് എന്തിനുള്ള ഉത്തരം? മെയിൽ ആൻഡ് ഫീമെയിൽ ഡേറ്റീസിനെ അവർ ആരാധിച്ചിരുന്നു എന്ന് പറയുന്നതിനുള്ള ഉത്തരം. സോ ഇതും ഇൻഡയറക്ട്ലി ആ എവിഡൻസസ് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. ദെൻ ഇവിടെ എന്താണ്? ഗ്രേറ്റ് പാലസ് ആൻഡ് ടെമ്പിൾസ് നമുക്ക് എവിടെയും കിട്ടിയിട്ടില്ല. ഗ്രേറ്റ് ബാത്തും സാധനമൊക്കെ ഉണ്ടെങ്കിൽ പോലെ അതെന്താണെന്ന് അറിയില്ല. സോ ഇത് അവരുടെ കൾച്ചറുമാണ്. അതേപോലെ നിങ്ങൾക്ക് കിട്ടിയ എവിഡൻസസ് എന്തൊക്കെയാണെന്ന് കൂടിയാണ് ചോദ്യം. ദെൻ തേർഡ് സ്റ്റേറ്റ്മെന്റ്, ദേ എംപ്ലോയിഡ് ഹോഴ്സ് ഓൺ ചാരിയോട്ട് ഇൻ വാർഫെയർ ഇല്ല. അതേപോലെ തന്നെ ഹോഴ്സിനെ കുറിച്ച് എന്തും അറിയില്ല, അവർക്ക് നോളജ് ഇല്ല എന്നാണ് പറയുന്നത്. സോ ബി ആണ് ഓപ്ഷൻ. അടുത്തത്, which one of the following animal was not represented in the
terracotta of Harappan culture. Cow. So Harappan culture അത് വരുന്നില്ല. ഇതായത് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് 2001. പക്ഷെ ഇവിടെ എന്തുണ്ട്? 2001 ആ ക്വസ്റ്റ്യൻ ചോദിച്ചത്. നിങ്ങൾ 2001 ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞാൽ 2013 പോകുന്ന ഒരാൾ ഹാരപ്പൻസിന് അവെയർ ആയിട്ടുള്ള ആനിമൽസ് ഏത് എന്ന് പഠിച്ചു പോയാൽ തന്നെ എന്ത് കിട്ടും? ഈ തേർഡ് ഓപ്ഷൻ തെറ്റാണെന്നുള്ള നോളജ് അങ്ങനെ കിട്ടും. ഓക്കെ, അതാണ് കണക്ഷൻ എന്ന് പറയുന്നത്. അതായത് PYQs വെച്ചിട്ടാണ് ഇവർ PYQസിൽ അടുത്ത നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസിൽ ഓപ്ഷൻസ് ഉണ്ടാക്കി വെക്കുന്നത്. ഇതിന്റെ നീ അടുത്തത് നോക്കി നോക്ക്. What is the correct chronological order in which the following are appeared? ഇതിൽ അർബൻ കൾച്ചർ നമ്മുടെ എവിടെ വരും? IBCയിൽ വരും. ഫസ്റ്റ് ഇന്ത്യൻ അർബൻ കൾച്ചർ എന്ന് പറയുന്നത് IBC ആണ്. സോ 4 വരുന്ന 2 ഓപ്ഷൻസ് വന്നു. ഇനിയോ അയണേജ്, അയൺ പ്ലസ് കാര്യമുണ്ടോ? രണ്ടിലും ഒരേപോലെയാണ്. ദെൻ പഞ്ച് മാർക്ക് കോയിൻസും ഗോൾഡ് കോയിൻസും. പഞ്ച് മാർക്ക് കോയിൻസ് ആരാ ഇറക്കുന്നത്? മൗര്യൻസ് ആണ്. ചന്ദ്രഗുപ്ത 2 ആണ് ഇറക്കുന്നത്, മൗര്യൻസ് ആണ് ഇറക്കുന്നത്. ഗോൾഡ് കോയിൻസോ ഇൻഡോ ഗ്രീക്സ്, ഷാഗാസ്, കുഷാനാസ് ഇവരൊക്കെയാണ് ബേസിക്കലി ഗോൾഡ് കോയിൻസ് ഇറക്കുന്നത്. സോ ഓപ്ഷൻ ഡി 4, 3, 2, 1. ഈ ടൈം പീരീഡ് ചോദിച്ചതിലും IBC ആണ് ആദ്യത്തെ ഇന്ത്യൻ അർബൻ കൾച്ചർ എന്ന് അറിയാം. എന്നാൽ മാത്രമേ ഈ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റൂ. സോ ഇത്രയും സിമ്പിളായിട്ട് കണക്ട് ചെയ്തെടുത്തത്. കാരണം IBCയിൽ ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാൻ സിമ്പിൾ ഇത്രയും എടുത്തു വെച്ചിട്ടുള്ളൂ. ഇതിൽ നിന്ന് എന്തൊക്കെ മനസ്സിലാക്കാം, എന്തൊക്കെ ശ്രദ്ധിക്കണം? സൈറ്റും അവിടുന്ന് കിട്ടിയ എവിഡൻസസ് ഏതൊക്കെയാണെന്നുള്ളതും എന്തായാലും പഠിച്ചു വെക്കണം. ആ എവിഡൻസസ് മാച്ച് ഫോളോയിങ് വരാം, അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ വരാം. അപ്പൊ അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ആ ഏരിയ ക്ലിയർ ചെയ്തിട്ട് കിട്ടും. ദെൻ രണ്ടാമത്തെ കേസിൽ പ്ലേസ് വർഷിപ്പ്, അതായത് കൾച്ചറിനെ കുറിച്ച് ഒരു ഐഡിയ വേണം. അവിടുത്തെ കൾച്ചർ എങ്ങനെയാണ്, ഇത് രണ്ടെന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. സോ അതാണ് അവിടുത്തെ വരുന്നത്. ഇനി നെക്സ്റ്റ് പീരീഡ് വേദിക്. സോ വേദിക് ടൈം പീരീഡ് അല്ല, 2 ടൈപ്പ്, ഋഗ്വേദിക്കും പോസ്റ്റ് വേദിക് പീരീഡ്. ഓക്കെ ആണല്ലോ? ടൈം പീരീഡ് നോക്കി കഴിഞ്ഞാൽ 1500 BC മുതൽ 1000 BC വരെ ഋഗ്വേദിക് ടൈം പീരീഡും 1000 മുതൽ 600 BC വരെ ഋഗ്വേദിക് ടൈം പീരീഡും. ഓക്കെ, വേദിക് ടൈം പീരീഡിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, consider the following statement. First statement, there are no parables in Upanishads. എന്താ parables പറഞ്ഞാൽ? കഥകൾ. ഉപനിഷത്തില് ഒരു കഥകൾ പോലും ഇല്ല എന്നാണ് പറയുന്നത്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, Upanishads were composed earlier than Puranas. ആണോ? പുരാണാസ് ഏത് കാലഘട്ടത്തിൽ എഴുതുന്നത്? ഗുപ്താസിലാണ് ബേസ്. ഗുപ്ത ടൈം പീരീഡിലാണ് ബേസിക്കലി എഴുതുന്നത് പുരാണാസ്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കാരണം ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഓരോ ഫിലോസഫീസും കാര്യങ്ങളാണ് വേദിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. സോ അത് പറയുമ്പോൾ തന്നെ അതിനെന്ത് പറയും? ചില കഥകളും കാര്യങ്ങളൊക്കെ എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്തായാലും തെറ്റും. സ്റ്റോറീസ് പഞ്ചതന്ത്ര കഥകൾ. സോ പാരബിൾസ് ഇല്ല എന്ന് പറയുന്നത് തെറ്റാണ്. സോ അതിലെന്തായിരിക്കും? അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. സോ വേദിക് ടൈം പീരീഡിൽ ഇവിടെ വന്നത് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്? വേദിക് ലിറ്ററേച്ചർ റിലേറ്റ് ചെയ്തിട്ടാണ് വന്നത്. നെക്സ്റ്റ് 2017, with reference to the difference between culture of Rigvedic Aryans and Indus Valley people, consider the following. Rigvedic Aryans used the coat, mail and helmet in warfare, whereas the people of Indus Valley civilization not leave any evidence of using them. ശരിയാണോ? Rigvedic Aryans knew gold, silver and copper, whereas Indus Valley only knew copper and iron. So
സോ സെക്കൻഡ് വൺ തെറ്റാണ്. അപ്പൊ ഏതൊക്കെ ഓപ്ഷൻസ് പോയി? ഇപ്പൊ തന്നെ എന്ത് ഓപ്ഷൻ ആയി? 1 സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞത് ഷുവർ ആണ്. Rigvedic Aryans domesticated horse, whereas there is no evidence of Indus Valley having the aware of this animal. So 2001 ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത ഒരാൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ എന്താണ്? ഈസി ക്വസ്റ്റ്യൻ ആണ്. അതേസമയം ആ ഒരു പ്രീവിയസ് അനലൈസ് ചെയ്യാത്ത ഒരാൾക്ക് ഇതെന്താ 50-50 ക്വസ്റ്റ്യൻ ആണ്. കാരണം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു ഹോഴ്സിനെ കുറിച്ച് ഇൻഡസ് വാലി പീപ്പിൾസിന് അവെയർ ആണോ അല്ലേ എന്നുള്ളത് കൺഫ്യൂസ് അടിച്ചിട്ട് നിൽക്കും. UPSC ഓൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എന്തില്ല, അവർക്ക് ഹോഴ്സിനെ കുറിച്ച് നോളജ് ഇല്ല, പിന്നെ അതിൽ തർക്കിച്ചിട്ട് കാര്യമില്ല. സോ ഈ ഒരു ക്വസ്റ്റ്യൻ കോൺട്രവേഴ്സി ആയിട്ട് നിന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ധർമ്മ ആൻഡ് റീത depict a central idea of ancient Vedic civilization of India. In this context, consider the following statement. Dharma was a conception of obligation and of discharge of one's duties to oneself and to others. ശരിയാണ്. ഇതിന് ആ ധർമ്മം എന്താണ് ടെക്സ്റ്റ് ബുക്ക് വായിച്ച് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഒരു മീനിങ് അറിയാൻ തന്നെ അതിന്റെ ഡെഫിനിഷൻ ആയിട്ടാണ് തന്നത്. അതാണ്. Rita was a fundamental moral governing the functioning of the universe and all it contains. Yes. ഇത് രണ്ടിന്റെ ഡെഫിനിഷനാണ് ബേസിക് ആയിട്ട്. ഇവിടെ നിങ്ങൾ ഓള് കണ്ടിട്ടും ഒക്കെ തെറ്റിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് വായിച്ചിട്ടൊന്നും മനസ്സിലാവുന്നില്ല. എന്നാൽ പിന്നെ ഓളുണ്ട്, അങ്ങനെയാണെങ്കിൽ ഓള് വന്നാലൊക്കെ തെറ്റാൻ സാധ്യതയാണെന്നുള്ള ബേസിക് എലിമിനേഷൻ മെത്തേഡ് കൊണ്ട് പോയി കഴിഞ്ഞാൽ 2 മാർക്ക് പോകും. ഈ ഓളും ആ പറയുന്ന ഓളും തമ്മിലുള്ള വ്യത്യാസം. സോ സി ആണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ കുറേ തവണ പറഞ്ഞിട്ടുണ്ട്. ദ റിലീജിയൻ ഓഫ് ഏർലി വേദിക് ആര്യം വാസ് പ്രൈമറിലി ഓഫ്. ഏതൊക്കെയാണ് പ്രോമിനന്റ് ആയിട്ടുള്ള ഏർലി വേദിക് ദൈവങ്ങൾ, ഗോഡ്സ്? പ്രൈമറിലി ഇന്ദ്ര, പിന്നെ ഇന്ദ്ര, വരുണ, അഗ്നി, സോമ. ഇത്രയാണ് പ്രോമിനന്റ് ആയിട്ടുള്ള ഗോഡ്സ്. സോ വർഷിപ്പ് ഓഫ് നേച്ചർ ഒക്കെ ആദ്യ വർഷവും പോയി, രണ്ടാമത്തെ വർഷവും പോയി. ഇനി ഏതാ? യാതനാസാണ്, ഭക്തിയാണ്. ഭക്തി പിന്നെ വന്നു. സോ സിക്സ് ഫിലോസഫിക്കൽ സ്കൂൾസ് ഉണ്ട്. ഏതൊക്കെയാ? ന്യായ വൈശേഷിക, മീമാംസ വേദാന്ത, സംഖ്യയോഗം. സോ ഇതിലേതൊക്കെ ഉണ്ട്? മീമാംസ വേദ ഉള്ളതാണ്, ന്യായ വൈശേഷിക ഉണ്ട്, സംഖ്യയോഗിയുണ്ട്. ഇതാണ് 6 ഫിലോസഫിക്കൽ സ്കൂൾസ്. ഇതിൽ വരുന്ന സി ഓപ്ഷൻ അതിൽ വരാത്തതാണ്. സോ നമുക്ക് ചോദിച്ച ആൻസർ സി. സിമ്പിൾ ക്വസ്റ്റ്യൻസ്, അതായത് നിങ്ങളോട് ഇതിന്റെ ഫിലോസഫി കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല. സിമ്പിൾ ആയിട്ട് ഏതൊക്കെയാണ് 6 ഫിലോസഫിക്കൽ സ്കൂൾസ് മാത്രം ചോദിച്ചിട്ടുണ്ട്. ഇതിനെ ടഫ് ആക്കണമെങ്കിലാണെങ്കിൽ എന്ത് ചോദിക്കാൻ പറ്റുക? എന്തൊക്കെയാണ് ഇതിന്റെ കൺസെപ്റ്റ്, എന്തൊക്കെയാണ് ഇതിന്റെ ഫിലോസഫി എന്ന് ചോദിക്കുക. എന്നാൽ അതിന്റെ അടുത്ത ലെവലിൽ ചോദിക്കാൻ പറ്റുന്നത് ഇതിന്റെ ഫൗണ്ടേഴ്സ് ആരൊക്കെ, അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള ബുക്സ്. സോ 6 ഫിലോസഫികൾസ് പഠിക്കും. അത് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് ഉള്ളത് പഠിക്കാൻ ടൈം ആവശ്യമുണ്ട്. സോ അത് പഠിച്ചു കഴിഞ്ഞാൽ അതും തീരും. Then അടുത്തത്, which one of the following 4 Vedas contain an account of magical charm and spells? അഥർവ വേദ, മാജിക്കൽ ചാർംസ്. സാമവേദ മ്യൂസിക് ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. ഋഗ്വേദ സാക്രിഫൈസ്.
ഋഗ്വേദനാണ് നമുക്ക് ഭക്തി കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തരുന്നത്. ദെൻ യജുർവേദനാണ് നമ്മുടെ സാക്രിഫൈസ് റിലേറ്റ് ചെയ്തിട്ടുള്ള രീതികൾ, എന്തൊക്കെയാണ് ചടങ്ങുകൾ എന്നുള്ള കാര്യങ്ങളൊക്കെ യജുർവേദയിൽ പറഞ്ഞത്. സോ അത് കഴിഞ്ഞാൽ സാമവേദൻ ഇതൊക്കെ എങ്ങനെ ഓരോ മന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉച്ചരിക്കണം, ഓരോന്നിനും പിച്ച് ചെയ്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സാമവേദയിൽ പറഞ്ഞുതരും. ദെൻ അഥർവവേദൻ എന്തായാലും നമ്മുടെ സൊസൈറ്റീനെ കുറിച്ചും അതേപോലെ മാജിക്കൽ ചാൻസിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ അതിലാണ് പറയുന്നത്. ഓക്കെ, സോ ലിറ്ററേച്ചർ റിലേറ്റ് ആയിട്ട് ഇപ്പോൾ 2 ക്വസ്റ്റ്യൻസ് അല്ലേ. അപ്പോൾ ലിറ്ററേച്ചർ ഇമ്പോർട്ടൻ്റ് ആണ് അതിനർത്ഥം. Then the term Aryan denotes nomadic peoples. Aryans-ന്റെ മീനിങ് a speech group. ഹയർലി അവർ വിളിച്ചിരുന്നത് സാൻസ്ക്രിറ്റ് ഇങ്ങനത്തെ കാര്യങ്ങൾ, അന്നത്തെ വേദിക് സാൻസ്ക്രിറ്റ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അവരെന്തെന്ന് വിളിച്ചത് ആര്യൻസ്. ഇന്ത്യക്കാരെന്ത് സംസാരിക്കൂല, ആ ഒരു സാൻസ്ക്രിറ്റ് സംസാരിക്കില്ല. അതുകൊണ്ടാണ് നമ്മളെ അടിമകളും അവർ ആര്യൻസുമായിട്ട് അവർ കൺസിഡർ ചെയ്തതെന്നാണ് പറയുന്നത്. സോ അവരെന്താണ്, ആ ഒരു സ്പീച്ച് സംസാരിക്കുന്ന ആൾക്കാരാണ്. അതിൽ എത്നിക്കും എന്ന് പറയാം, എത്നിക്കിൽ ഒരുപാട് കാര്യങ്ങളില്ല. ഈ ഒരു കുറേ സ്ഥലത്ത് ഇങ്ങോട്ട് നൊമാഡിക് പീപ്പിൾസാണ്, അതിൽ ആ ഭാഷ സംസാരിക്കുന്ന എല്ലാവരും കൂടി അവരെന്ത് പറഞ്ഞു ആര്യൻസ് വിളിച്ചു. ഇപ്പോൾ ഇന്ത്യയിലുള്ള ആളാണെങ്കിൽ പോലും അവരെന്തായിരിക്കും ഈ ഒരു ഭാഷ സംസാരിക്കേണ്ട അവർ ആര്യൻസ് പറഞ്ഞിട്ട് കൊണ്ടുവരും. സോ അതാണ് ആര്യൻ ആൻഡ് നോൺ ആര്യൻ ഗ്രൂപ്പ്സ് പറഞ്ഞിട്ടാണ് നടക്കുന്നത്. ദെൻ നമ്മളെ അതാണ് കോമൺ സ്പീച്ച് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ബാറ്റിൽ ഓഫ് 10 കിങ്സ് പറയുന്നത് അതാരൊക്കെ തമ്മിൽ, ഭാരത ട്രൈബ്സ്. അതിൽ ആര്യൻസ് എന്ന് പറയുന്ന ആ ലാംഗ്വേജ് പറയുന്ന ആൾക്കാർ ഇവിടെയുള്ള ട്രൈബ്സ് ആണ് ബാക്കിയുള്ള ആൾക്കാർ. സോ അതാണ് ആ ഒരു ഏരിയ. ദെൻ സിമ്പിൾ ക്വസ്റ്റ്യൻ. The river most mentioned in early Vedic, Saraswati, Sindhu. അതായത് നിങ്ങൾ ഈ വേദിക് ലിറ്ററേച്ചർ എന്ന് പറയുന്ന സമയത്ത് അഥർവേദ അങ്ങനത്തെ കുറേ സാധനങ്ങളില്ലേ. സോ ബേസിക് പീപ്പിൾസ് മെയിൻലി ഏർലി വേദിക് ടൈമിൽ ജീവിച്ചിരുന്ന ഏരിയ ഏതാ? ഏർലി വേദിക്കിൽ ഋഗ്വേദയാണ് ഏർലി വേദിക്കിലെ ബുക്ക്. നോർത്ത് തന്നെ എവിടെ? ഉത്തർപ്രദേശിന്റെ അപ്പുറത്തേക്ക്. ബേസിക്കലി വേദിക്കിന്റെ എൻഡിലേക്കാണ് ഉത്തർപ്രദേശ് ആ റീജിയൻസിലേക്ക് വരുന്നത്. ബേസിക്കായിട്ട് ആദ്യം ഇൻഡസ് വാലി സിവിലൈസേഷൻ കഴിഞ്ഞാൽ തൊട്ടടുത്ത് വരുമ്പോൾ ഇൻഡസ് റീജിയൻസിൽ തന്നെയാണ് വരിക. അപ്പൊ നിങ്ങൾ മെൻഷൻ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ മെൻഷൻ ചെയ്യാൻ സാധ്യത റിവർ ഏതാ? ഇൻഡസ് റിവർ. കാരണം സരസ്വതി ആണെങ്കിൽ ചെറിയ റിവറാണ്, ഇൻഡസ് ആണെങ്കിൽ ഒരുപാട് ബ്രാഞ്ചസും കാര്യങ്ങളൊക്കെ കൊണ്ട് വലിയ റിവറുമാണ്. സോ ഈ ഓപ്ഷൻ നോക്കിയാൽ തന്നെ ഗംഗ അല്ല എന്തായാലും. കാരണം എന്താ? ലേറ്റർ വേദിക്കാണ്, അതേപോലെ ഉത്തർപ്രദേശിലേക്ക് എത്തി. അപ്പൊ അത് ആവശ്യമില്ല. സുന്ദരി ആവാനുള്ള സാധ്യത ചെറിയ റിവറാണ്. പിന്നെ നമുക്കിപ്പോൾ പറഞ്ഞ പോലെ 2 റിവേഴ്സ് വരും. സോ ഇതിൽ ഇവർ താമസിക്കുന്ന ലൊക്കേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? സിന്ധു എന്ന് പറയാൻ പറ്റും. സോ ഇതാണ് ആ ഒരു മെത്തേഡ്. ഇത് 1996 ചോദിച്ച ചോദ്യം. 1996 അടുത്തൊരു ചോദ്യം. അക്കോർഡിംഗ് ടു ആൻഷ്യന്റ് ഇന്ത്യ, കോസ്മോജനിക് ഐഡിയാസ് ഓഫ് ഫ്രീക്വൻഷ്യൽ ഓർഡർ ഓഫ് സൈക്കിൾ ഓഫ് 4 ആക്ഷൻസ്. 4 യുഗാസില്ലേ, ആ 4 യുഗാസിന്റെ ഓർഡറാണ് പറയാൻ പറഞ്ഞത്. ലാസ്റ്റ് കലിയുഗാണ്. അത് എല്ലാവർക്കും അറിയാമെന്നുള്ളതിനെ കൊണ്ട് തന്നെ എ ഓപ്ഷനും ബി ഓപ്ഷനും സി ഓപ്ഷനും ലാസ്റ്റ് എന്താ? കലിയാണ്. അടുത്ത് ഇനി എന്താ അറിയോ? ഫസ്റ്റ് ഏതാ? ദ്വാപരയുഗം കലിയുഗത്തിന് മുമ്പുള്ളത്. സോ ആദ്യത്തേത് കീർത്ത, അതാണ് സത്യയുഗ എന്നറിയപ്പെടുന്നത്. കീർത്ത തന്നെയാണ്, അതാണ് കീർത്തായുഗ എന്ന് പറയുന്നത്. ദെൻ ത്രേതായുഗ. ഈ ത്രേതായുഗ കാലഘട്ടത്തിലാണ് അധർമ്മം ധർമ്മത്തിന് മുകളിലേക്ക് വരുന്നതും അതിനെ അമർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രീരാമന്റെ അവതാരം എടുത്തിട്ട് വിഷ്ണു വരുന്നു എന്ന് പറയുന്നത്. അത് ത്രേതായുഗത്തിലാണ്. ദ്വാപര യുഗം എന്ന് പറയുന്നത് കൃഷ്ണൻ മഹാഭാരതം ആ കാലഘട്ടത്തിൽ. ദെൻ അത് കഴിഞ്ഞിട്ടാണ് കലിയുഗത്തിൽ വരുന്നത്. ഇപ്പൊ നിങ്ങൾ ഈ അടുത്ത് കൽക്കി സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ മഹാഭാരതത്തിലല്ലേ പറയുന്നത്, ഇനി ഞാൻ കലിയുഗത്തിൽ വന്നിട്ട് എന്താവും? അടുത്ത ജന്മം എടുക്കും, അന്നേരം എന്നെ നീ ആയിരിക്കും എനിക്ക് വഴികാട്ടിയാവാന്ന് കർണനോട് പറഞ്ഞു പറഞ്ഞിട്ടാണ് ആ മൂവി പറയുന്നത് മിത്തോളജിയിൽ. സോ അത് വെച്ച് നോക്കുമ്പോൾ ദ്വാപരയുഗം കഴിഞ്ഞിട്ട് വേണം എന്ത് വരെ? കലിയുഗം വരെ.
സോ അതോ ആ ഒരു ഓപ്ഷൻ നോക്കിയാലും മതി. ദ്വാപരയുഗം കഴിഞ്ഞ് കലിയുഗം വരണം, ആ ഒരൊറ്റ ഓപ്ഷനെ തന്നിട്ടുണ്ട്. അത് കലിയുഗത്തിന്റെ ഒരു അപഭ്രംശം. ഓക്കെ, ഇത്രയാണ് ഇതിൽ പറയുന്നത്. സോ ഇത് 1996 ചോദിച്ച ചോദ്യമാണ്. ഇത് ജസ്റ്റ് ഡയറക്റ്റ്ലി ആ കാലഘട്ടത്തിലൊക്കെ നിങ്ങൾക്ക് പണ്ട് കാലത്തൊക്കെ വലിയൊരു ബുക്കുണ്ടോ, എൻട്രൻസ് ഒക്കെ പഠിക്കുന്ന പോലെ ഇല്ലേ, ആ വലിയൊരു ബുക്ക് കാണപ്പാടം പഠിച്ചു പോകുന്ന ആളാരാണ്, അയാൾ UPSC ക്രാക്ക്. അതായത് ആ ഒരു 2011-13 മുമ്പ് വരെയുള്ള കാലഘട്ടം. അതിനുശേഷമാണ് ഇപ്പോഴത്തെ ഫോർമാറ്റിലേക്ക് UPSC മാറിയത്. ഇപ്പൊ പഠിച്ചാൽ പോലെ വിവരം വേണം UPSC പറയുന്നത്. നിങ്ങൾക്ക് പഠിച്ചിട്ട് എഴുതാം, പക്ഷെ കുറച്ചുകൂടി ഒരു വിവരം വേണം. അതായത് നിങ്ങൾക്ക് തന്ന സ്ഥാനത്ത് ഒന്ന് അനലൈസ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം. നെക്സ്റ്റ് വൺ, who among the following was a Brahmavadini who composed some of hymns of Vedas? ലോപമുദ്ര. ആ ഒരു ടൈം പീരീഡിൽ ലിറ്ററേച്ചർ റിലേറ്റഡ് ആയിട്ടാണ് ഈ ക്വസ്റ്റ്യനും വന്നത്. ആ ടൈം പീരീഡിൽ ഏതൊക്കെയാണ് ഫീമെയിൽ റൈറ്റേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ട ഉത്തരത്തിനാണ് ഇത് ചോദിച്ചത്. ഓക്കെ, നെക്സ്റ്റ് വൺ, the word Hindu first used by തെറ്റ് അറബ്സ്. ഹിന്ദുസ്ഥാനി യൂസ് ചെയ്യുന്ന അറബ്സ്. ഭാരത് മീൻസ് ഗ്രീക്കിലൊന്നും എന്തില്ല ഹിന്ദുസ് ടേംസ്. ഇൻഡസ് ഇന്ത്യയാണ്, പക്ഷെ ഇന്ത്യക്കാരങ്ങനെ ഹിന്ദു എന്ന് അങ്ങനെ ഇവർ വിളിച്ചിട്ടില്ല. ആ ഇൻഡസ് ഗ്രീക്കല്ലേ, അതൊക്കെ ഓക്കെയാണ്. പക്ഷെ അവരൊക്കെ നമ്മൾ എന്തിനെ വിളിച്ചിട്ടുള്ളൂ, ഭാരതാസ് മാത്രമേ വിളിച്ചിട്ടുള്ളൂ. പക്ഷെ എന്ത് വിളിച്ചിട്ടില്ല, ഹിന്ദുസ് വിളിച്ചിട്ടില്ല. പിന്നെ ഈ ഹിന്ദു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറബിയൊക്കെ പഠിച്ച ആൾക്കാരുടെ അവരുടെ ഹാഫു അങ്ങനത്തെ ടേംസും കാര്യങ്ങളൊക്കെ കയറി വരിക. സോ അതാണ് പറയുന്നത്. അല്ല പ്രശ്ന അല്ല പോലെ അങ്ങനത്തെ ടേംസും കാര്യങ്ങളൊക്കെ അത് ഹമ്മല്ല. ഈ ഒരു പ്രൊണൗൺസിയേഷൻ ശരിക്കും അവിടെ നിന്ന് വരുന്നത് ഹിന്ദു. ഇതിന്റെ ബേസിക് കാര്യം എന്താ വെച്ചാല് നമുക്ക് ഏറ്റവും കൂടുതൽ തെറ്റിക്കാൻ ഓപ്ഷൻ ഏതാ, ഗ്രീക്ക്. നമ്മൾ ഒരു കാരണവശാലും എന്ത് വിചാരിക്കില്ല, അറബ്സിന് വിചാരിക്കുക പോലും ഇല്ല. അതാണ് UPSC ക്വസ്റ്റ്യൻ എടുത്തുകൊണ്ട് ഉദ്ദേശിച്ചത്. ഈ ക്വസ്റ്റ്യൻ ഇട്ടിട്ട് അറബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും, പക്ഷെ അത് സാധ്യതയില്ലല്ലോ എന്ന് പറയും. ആദ്യത്തെ എലിമിനേഷൻ മെത്തേഡിൽ എല്ലാവരും ആദ്യം എലിമിനേറ്റ് ചെയ്യാൻ പോകുന്ന അറബ്സ് ആയിരുന്നു. പിന്നെ ചൈനീസിനാണ്. അതിന് റോമൻസും ഗ്രീക്കും. റോമൻസിനെക്കാളും വലിയ ഗ്രീക്കല്ലേ ഉള്ളത്, അപ്പൊ ഗ്രീക്കായിരിക്കും. ഇത് UPSCക്ക് അറിയുന്നതാണ്. സോ ബേസിക്കലി ഞാൻ എപ്പോഴും പറയുന്ന ഓപ്ഷൻ അതാണ്. അതായത് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇത് അറബ്സ് ആണ് ഉത്തരം. UPSC എക്സാംസിൽ നിങ്ങൾക്ക് 1 വേർഡ് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ തെറ്റാൻ സാധ്യത കൂടുതലാണ്. കാരണം UPSCക്ക് അറിയാം 1 വേർഡ് ക്വസ്റ്റ്യൻ നിങ്ങളെ കൊണ്ട് എങ്ങനെ എത്തിക്കേണ്ടത്. പിന്നെ ഒരു ഐറണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ കൊല്ലം ഇപ്പോൾ 1 വേർഡ് ക്വസ്റ്റ്യൻസ് കുറച്ച് കൂടുതലാണ്. സോ അത് കുറച്ച് ഫാക്ച്വലായിട്ട് മാറുന്ന ഒരു ട്രെൻഡാണ്. ഇപ്പോൾ ജസ്റ്റ് ആലോചിച്ചാൽ നമ്മൾ ഒന്ന് ബാക്കോട്ട് പോകുന്നുണ്ട്. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനില്ലേ IVCയിലെ പ്രീ ഹിസ്റ്റോറിക് ടൈം പീരീഡിലെ ഈ ക്വസ്റ്റ്യൻ, ഇത് ഏഴ് സ്റ്റേജസിലാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ ഇതൊരു സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ ആയിരിക്കും. 2024 മുന്നെയാണെങ്കിൽ 3 സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും ഈ ക്വസ്റ്റ്യൻ വരിക. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, Chandraketu was located in Odisha as found was a famous trading port in ancient time period. ഇതായിരിക്കും ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. അതനുസരിച്ചുള്ള 2 സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും അടുത്തത് വരിക. ഇവിടെ അതെന്താക്കി, സ്റ്റേറ്റ്മെന്റിനെ മുറിച്ച് ഒരു ബോക്സ് ആക്കി, എന്നിട്ട് നിങ്ങൾക്ക് മാച്ച് ദ ഫോളോയിങ് തന്നു. എന്നിട്ട് തന്ന ഓപ്ഷൻസ് നോക്ക്, അത് 1, 2, 1 ഓൺലി 2 ഓൺലി ആ ഒരു ഓപ്ഷൻ പറയുന്ന പോലെയാണ് സ്റ്റേറ്റ്മെന്റ് തന്നത്. മാച്ച് ദ ഫോളോയിങ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് തന്നാൽ മതി, ഒരു കോളത്തിൽ ആർക്കിയോളജിക്കൽ സൈറ്റ് തന്ന്, രണ്ടാമത്തെ കോളത്തിൽ സ്റ്റേറ്റ് തന്ന്, മൂന്നാമത്തെ കോളത്തിൽ അവിടെ കിട്ടിയ എവിഡൻസസ് അല്ലെങ്കിൽ ഫേമസ് ആയിട്ട് നിന്ന്, അങ്ങനെ ഒരു മാച്ച് ദ ഫോളോയിങ് നിങ്ങളോട് മാച്ച് ചെയ്യാൻ പറഞ്ഞാൽ പോലെ UPSC പോലെ എന്താക്കി, ഏതൊക്കെ സ്റ്റേറ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് എടുക്കാം, 3 ആക്കി മുറിക്കുക, എന്നിട്ട് ബോക്സ് ആക്കി തരിക. കുറച്ചുകൂടി എന്താവും, നമുക്ക് മെന്റലി കുറച്ചുകൂടി നമ്മൾ കോംപ്ലക്സ് ആയിട്ട് ഫീൽ ചെയ്യും.
നിങ്ങൾക്കിതൊരു സ്റ്റേറ്റ്മെന്റ് ആയി തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈസിലി ചിലപ്പോൾ സോൾവ് ചെയ്യും. മാച്ച് ഓഫ് ഫോളോയിങ് വരുന്ന സമയത്ത് എല്ലാവർക്കും ഒരു ടെൻസ്ഡ് ആവുന്ന ലൊക്കേഷനാണത്. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റിനിലേക്ക് മാറ്റാൻ നോക്കുക. അതാണ് UPSC ചെയ്തുകൊണ്ടിരിക്കുന്നത്. സിമ്പിളി അനലൈസ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. ഇത്രയും നമ്മൾ പറഞ്ഞതിൽ ഒരു 3 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻ അല്ലാതെ നിങ്ങൾ തെറ്റിക്കുന്നതല്ലാതെ വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ നിങ്ങൾ ടഫായിട്ടുണ്ടോ? ഇല്ലല്ലോ. അതാണ് UPSC പാറ്റേൺ എന്ന് പറയുന്നത്. നിങ്ങളുടെ കയ്യിൽ എല്ലാ സാധനവും ഉണ്ടാവും, പക്ഷേ എന്താണ് UPSC ട്രൈ ചെയ്യുന്നത്? നിങ്ങളെ കൊണ്ട് തെറ്റിക്കാനാണ് UPSC ട്രൈ ചെയ്യുന്നത്. 1 ലക്ഷം ഒരു 10 ലക്ഷം ആൾക്കാരുണ്ടെങ്കിൽ 10 ലക്ഷം ആൾക്കാർക്ക് ആർക്ക് വേണ്ട? UPSCക്ക് വേണ്ട. ആ 10 ലക്ഷം 10,000 അല്ലെങ്കിൽ ഒരു 2 ലക്ഷം 3 ലക്ഷം ആൾക്കാർ മതി എന്ത് മെയിൻസ് എഴുതാൻ വേണ്ടിയിട്ട്. അതൊന്നും കുറച്ചിട്ട് ഒരു 10,000 അല്ലെങ്കിൽ 6,000 ആൾക്കാർ മതി എന്ത് എഴുതാൻ? ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് സർവീസിലേക്ക് 600-700 ആൾക്കാരെ മതി. സോ ഫസ്റ്റ് എലിമിനേഷൻ ആണ് പ്രിലിംസ് എക്സാം എന്ന് പറയുന്നത്. ഈ ഫസ്റ്റ് എലിമിനേഷൻ ചെയ്യുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എലിമിനേറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ടഫ് ക്വസ്റ്റ്യൻ തരാൻ പറ്റുമോ? ഇല്ല. കാരണം ആരും പാസ് ഇരിക്കും. അപ്പോൾ അത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ രണ്ടാമത്തെ വഴി എന്താ? സിമ്പിൾ ക്വസ്റ്റ്യൻ തരാം. പക്ഷെ ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിരിക്കും, പക്ഷെ അതിൻ്റെ പ്രസൻറ്റേഷനിലും അതേപോലെ തരുന്ന ഓപ്ഷനിലും എന്ത് ചെയ്യാം? കോമ്പറ്റീഷൻ ഒരു കോംപ്ലക്സിറ്റി കൂട്ടിക്കൊണ്ടുവന്ന് പുതിയൊരു ഇന്നോവേറ്റീവായിട്ട് എന്ത് കൊണ്ടുവരാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് പറ്റും? എക്സാം ഹാളിൽ ഇരുമ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവും. ആ കൺഫ്യൂസ്ഡ് ആവുന്നതിന് തന്നെ ഒരു 10% ആൾക്കാർ ഔട്ടാവും. ഇനി ആ കൺഫ്യൂസ് സ്റ്റേറ്റിൽ തിരിച്ചു വന്ന ആൾക്കാരാണെങ്കിൽ പോലും അവരെന്തായിരിക്കും? മിസ്റ്റേക്സ് വരുത്താൻ സാധ്യത കൂടുതലായിരിക്കും ആ ടെസ്റ്റ് ആയതുകൊണ്ട്. സോ അതും UPSCക്ക് അഡ്വാൻറ്റേജ്. ഇനി ഇതൊക്കെ പാസ്സായിട്ടൊരു 4-6 ലക്ഷം ആൾക്കാർ 10 ലക്ഷം 6 ലക്ഷം ആൾക്കാർ ഫസ്റ്റ് എക്സാം പാസ്സായി കഴിഞ്ഞാൽ സെക്കൻഡ് എക്സാം CSAT അത് എന്തായാലും കുറേ ആൾക്കാർ എലിമിനേറ്റ് ചെയ്ത് കിട്ടും. സോ അങ്ങനെയാണ് UPSC എലിമിനേഷൻ ആണ്. സോ PYQs അനാലിസിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇത്രയാണ് നമ്മുടെ വേദിക് ആൻഡ് ലേറ്റർ വേദിക് പറയുന്നത്. ദെൻ നെക്സ്റ്റ് മഹാജനപദ പീരീഡ്. കമ്പാരിറ്റീവ്ലി ക്വസ്റ്റ്യൻസ് കുറച്ച് വന്നിട്ടുള്ള ഏരിയ ആണ് മഹാജനപദാസ്. കാരണം UPSC ഇത്രയും കാലത്ത് പാറ്റേൺ എടുത്തു പോയി കഴിഞ്ഞാലും മഹാജനപദാസിന് ബേസിക്കലി അവർ മെയിൻസിനൊക്കെ ചോദിക്കും. അറ്റ് ദ സെയിം ടൈം ഈ ഇതിൽ ലൊക്കേഷൻസും കാര്യങ്ങളും വെച്ചിട്ട് 1-2 ക്വസ്റ്റ്യൻസ് അല്ലാതെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല. ഓക്കെ. സോ ലൊക്കേഷനൊക്കെ പക്ഷേ പഠിച്ചു വെക്കണം. ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ പറ്റും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2016 റീസെൻ്റ് ആയിട്ടൊന്നും അങ്ങനെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല. ക്വസ്റ്റ്യൻ എന്താ? വിത്ത് റെഫറൻസ് ടു കൾച്ചറൽ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ദ മെമ്മറൈസിംഗ് ഓഫ് ക്രോണിക്കിൾസ് ഡൈനാസ്റ്റീസ് ഹിസ്റ്ററീസ് ആൻഡ് എപ്പിക് ടേൽസ് വാസ് പ്രൊഫഷൻ ഓഫ് who of the following? ഫസ്റ്റ് ഓപ്ഷൻ ശ്രമണ, സെക്കൻഡ് ഓപ്ഷൻ പരിവ്രജൻ, തേർഡ് ഓപ്ഷൻ അഗ്രഹാരിക, ഫോർത്ത് ഓപ്ഷൻ മഗധ. ഇതിനൊക്കെ മീനിങ് എന്താ? വണ്ടറിംഗ് മോൺസ്. അവരും ഇത് എഴുതണം നിർബന്ധമുണ്ടോ? മെമ്മറി ക്രോണിക്കിൾസ് ഇല്ല. വാണ്ടറിംഗ് മോങ്സ്. സോ വാണ്ടറിംഗ് മോങ്സ് ആണ് ഇവര്. സോ ഇവരിത് എഴുതണമെന്നില്ല. Then Shramanas. What is Shramana? Shramana ട്രഡീഷനിൽ വരുന്ന 2 റിലീജിയൻ പറയാൻ പറ്റും. ശ്രമണ ട്രഡീഷനിൽ വരുന്ന 2 റിലീജിയൻ ബുദ്ധിസം, ജൈനിസം. ബുദ്ധിസം ആൻഡ് ജൈനിസം ശ്രമണ ട്രഡീഷൻ. അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാകുന്ന നിർബന്ധം പറയറ്റോ? ഇതിൽ എഴുതിയിട്ടുണ്ട്, പക്ഷേ ക്രോണിക്കിൾസ് ഡൈനാസ്റ്റിക് ഹിസ്റ്ററീസ് അവർ എഴുതി വെക്കൂ. ശ്രമണ സ്കൂൾ എന്ന് പറഞ്ഞാൽ ബേസിക്കലി അവർ റിയലൈസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇത് റിയാലിറ്റി എന്ന് പറയുന്നത്? അവരെന്താണെന്ന് സെൽഫായിട്ട് റിയലൈസ് ചെയ്യാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ് ശ്രമണ ട്രഡീഷനിൽ വരിക. സോ ബുദ്ധിസം, ജൈനിസം ഇതിൽ വരുന്ന ആൾക്കാരൊക്കെ എന്താ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്? മീനിങ് ഓഫ് എന്തിനാണ് അവർ ഇതിന് ജനിച്ചത്, എന്താണ് ആ ഒരു നിർമ്മാണം അറ്റൈൻ ചെയ്യുമ്പോൾ അതാണ് അവർക്ക് കിട്ടുന്നത്. ബുദ്ധൻ എന്ത് തന്നിട്ട് ഇറങ്ങിയത്? മീനിങ് ഓഫ് ലൈഫ്. എന്താണ് ബുദ്ധന്റെ മീനിങ് എന്ന് പറഞ്ഞിട്ടാണ് ബുദ്ധൻ ഇറങ്ങിയത്. അതേപോലെ നടക്കുന്ന ആൾക്കാരാണ് ശ്രമണാസ് പറയുന്നത്. ദെൻ അഗ്രഹാരിക എന്ന് പറഞ്ഞാൽ അഗ്രഹാരാസ് പറഞ്ഞാൽ ബ്രാഹ്മൺസിന് കൊടുത്ത ലാൻഡ് ഗ്രാൻസിനാണ് അഗ്രഹാരിക എന്ന് പറയാം. ലാൻഡ് ഗ്രാൻസ് ടു സോ ആൻസർ ഏതാ? മഗധ. മഹാജനപദത്തിലുള്ള മഗധയിലുള്ള പ്രൊഫഷൻസ് ആയിരുന്നു ഈ സാധനം. ഓക്കെ. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ല, പക്ഷേ ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ് അർത്ഥങ്ങൾ അറിയാമെന്നുണ്ടെങ്കിൽ.
ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ കാണിക്കാം. ഇത് 2016 ക്വസ്റ്റ്യന്. 2020 ക്വസ്റ്റ്യൻ നോക്കൂ. കൺസിഡർ ഫോളോയിങ് പേഴ്സ്. പരിവ്രജൻ, റൺസ്യൻ ആൻഡ് വാണ്ടർ. ശ്രമണ, പ്രീസ്റ്റ് വിത്ത് ഹൈ സ്റ്റാറ്റസ് ആണോ? അല്ല. ഉപാസക, ലേ ഫോളോവർ ഓഫ് ബുദ്ധിസം. സോ സെക്കൻഡ് ഓപ്ഷൻ ഒഴിവാക്കിയാൽ തന്നെ എന്ത് കിട്ടും? 1 and 3 കിട്ടും. ഇതിന്റെ ബ്യൂട്ടി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ ഫ്രീ വൈക്ക് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഇതിന്റെ ഉത്തരം മഗധയാണെന്ന് വായിച്ചു പോയ ഒരാൾക്ക് എന്ത് കിട്ടൂല? 2020 അറ്റംപ്റ്റ് എഴുതി കഴിഞ്ഞാൽ ഈ ഉത്തരം കിട്ടൂല. അതേസമയം പി വൈക്ക് വിടുന്ന സമയത്ത് ഓരോ ഓപ്ഷന്റെയും മീനിങ്സ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് പോയ ഒരാൾക്ക് എന്താണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഈസി ക്വസ്റ്റ്യൻ ആണ്, പെട്ടെന്ന് ക്രാക്ക് ചെയ്യാനും പറ്റും. ഇതാണ് പി വൈക്ക് അനലൈസ് ചെയ്യുമ്പോൾ അങ്ങനെ അനലൈസ് ചെയ്യാൻ പറയുന്നത്. നിങ്ങളും വായിച്ചിട്ടുണ്ടാവും, വായിച്ചിട്ട് ഉത്തരം ഇതാണെന്ന് പറയും, ബാക്കി സാധനോട് നോക്കി വെച്ചാലേ കിട്ടുള്ളൂ. സോ അതും ഓക്കെ. ദെൻ അടുത്തത്, സോ തക്ഷശില ആ ടൈം പീരീഡിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റഡി സെന്റർ ആയിരുന്നു മഹാചന്ദ്ര പീരീഡിൽ. അതുകൊണ്ടാണ് ആ ക്വസ്റ്റ്യൻ ചോദിച്ചത്. സോ ഈ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ലൊക്കേഷൻ ബേസ്ഡ് ചോദിക്കാം. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡൈനാസ്റ്റീസ് വാസ് റൂളിംഗ് നോർത്ത് ഇന്ത്യ അറ്റ് ദ ടൈം ഓഫ് അലക്സാണ്ടർ ഇൻവേഷൻ? നന്ദ ഡൈനാസ്റ്റി. നന്ദ ഡൈനാസ്റ്റിയിൽ ആര്? ധനനന്ദ. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ. പക്ഷെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആവണമെങ്കിൽ എന്താണോ ആ ടൈം പീരീഡും അത് നമ്മൾ കണക്ട് ചെയ്തിട്ട് വായിക്കാൻ പറ്റും. Which of the following was initially the most powerful state of India in 6th century BC? Magadha. Who among the following was not contemporary of other three? മിരിന്ദ. ഇതിൽ ബിംബിസാരി, ഗൗതമ ബുദ്ധി മഹാജനത പീരീഡിലാണ്. അതേപോലെ പ്രസന്നജിത്തും മഹാജനത പീരീഡിലുള്ള ഇമ്പോർട്ടൻറ്റ് റൂളറാണ്. സോ മിരിന്ദ എന്നുള്ള ഓപ്ഷൻ കിട്ടും. ഇനി അതല്ല ടൈം പീരീഡ് അറിയാമെന്നുണ്ടെങ്കിലും ഈ ഉത്തരം കിട്ടും. ഈസി ക്വസ്റ്റ്യൻ, ഇതെല്ലാവർക്കും കിട്ടുന്ന ക്വസ്റ്റ്യൻ. ഇതോ സോ ആകെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മഗധ അല്ലെങ്കിൽ മഹാജനത ടൈം പീരീഡ് വെച്ചിട്ട് ഈ ഒരു ടൈം പീരീഡ് മൊത്തം അനലൈസ് ചെയ്താൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് വെറൈറ്റി ആയിട്ട് ചോദിച്ച ചോദ്യമാണ്. 1997 ചോദിച്ച ഈ ഒരു ചോദ്യമാണ്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ ലൊക്കേഷൻ പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ മാപ്പ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം. ഏറ്റു എൻഡിലേതാ? അംഗ. ഏറ്റു നോർത്തിലേതാ? ഗാന്ധാര, കമ്പോജ. ദെൻ സൗത്തിലേക്ക് അസ്മാക. ഓക്കെ, വത്സ എവിടെയാ? നടുവിൽ. പാഞ്ചാലേരി, സുരസേനേരി നടുവിൽ, അതല്ലെങ്കിൽ കോശയുടെ താഴെ. ഓക്കെ, ഈ ഒരു ലൊക്കേഷൻ വെച്ചിട്ട് ഞാൻ ഒരു ക്വസ്റ്റ്യനും ചോദിച്ചത്. ആൻസർ സി. അങ്കയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓപ്ഷനും പോവും, ഈ ഓപ്ഷനും പോവും. പിന്നെ കോശര, ചിട്ടിയൊക്കെ നോക്കുന്ന സമയത്ത് മത്സ്യ എന്തായാലും ഫസ്റ്റ് വരും. അവന്തി, വത്സ, അങ്ക. ഇവിടെ തരുന്ന ലൊക്കേഷൻ മിഡിൽ വരുന്ന വത്സയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരത്തിന് അസ്മാക കുറച്ചെടുത്താൽ അസ്മാക എവിടെയാ വരിക? ഏകദേശം ആഗ്ര കുറച്ചുകൂടി സൗത്തിലേക്ക് ആയിട്ട് വരിക. സോ അതാണ് ലൊക്കേഷൻസ്. സോ ഇത്രയാണ് ഒരു ഫസ്റ്റ് സെക്ഷൻ ഓഫ് അനലൈസ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി നോക്കേണ്ട കാര്യം മഹാദേവ ക്വസ്റ്റ്യൻ കുറവാണ്. ഇവരെയാണ് തന്നെ കുറച്ചുകൂടി ചോദിച്ചത് കണ്ടംപററീസ്, അതേപോലെ എന്താ ചോദിച്ചത്? ലൊക്കേഷൻസുമാണ് ചോദിച്ചത്. അതുകൊണ്ടാണ് ആ മാപ്പ് എപ്പോഴും വെച്ചിട്ട് പഠിക്കാൻ പറയുന്നത്. രണ്ടാമത്തെ കേസ് ഇൻഡസ് വാലി എന്നാണെന്നുണ്ടെങ്കിൽ ലൊക്കേഷൻസിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. കൾച്ചറേക്കാളും കൂടുതൽ ക്വസ്റ്റ്യൻ വന്ന് ലൊക്കേഷൻ ഉണ്ടാകും. അതേപോലെ പ്രീ സ്റ്റോറിയിൽ എന്തുണ്ട്? ലൊക്കേഷന് ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ ഒരു പാർട്ട് 1 എന്ന രീതിയിൽ നമ്മൾ ഇത്രയും പഠിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം? എവിടുന്ന് തുടങ്ങണം? ബുദ്ധിസം, ജെയിനിസം. ഇപ്പൊ അത് ബുദ്ധിസം, ജെയിനിസം എന്ന് പറയുമ്പോൾ കുറച്ചുണ്ട്, കുറേ ക്വസ്റ്റ്യൻസ് എല്ലാ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്.
സോ അതുകൂടി അനലൈസ് ചെയ്ത് ബുദ്ധിസം ജെയിൻസും നന്നായിട്ട് പഠിക്കുമാണ്. ഇപ്പം ഞാൻ ഇതുവരെ എടുത്തു വെക്കാനുള്ള കാരണം ഏകദേശം ഇത്രയും ഏരിയ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതുമായിരിക്കും അല്ലേ. ഇനി അടുത്തത് പഠിക്കുന്ന സമയത്ത് പഠിക്കേണ്ട കാര്യം പറഞ്ഞുതരാം. ബുദ്ധിസം ജെയിൻസും പഠിക്കുമ്പോൾ ആദ്യം ബുദ്ധിസത്തിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബുദ്ധൻ്റെ ലൈഫ് ഇവൻറ്റ്സും അത് റിലേറ്റ് ചെയ്ത ടേംസും പഠിക്കാം, ലൊക്കേഷൻസും പഠിക്കാം. രണ്ടാമത്തെ കേസ് ബുദ്ധിസ്റ്റ് ഡിഫറെൻറ്റ് സ്കൂൾസ്, ഡിഫറെൻറ്റ് സെക്ട്സ്, അതായത് സബ്സെക്ട്സ് ഒക്കെ വരുന്നുണ്ടല്ലോ അത്. ഇനി മൂന്നാമത്തെ കേസ് ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചർ, അത് പഠിക്കണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബുദ്ധിസ്റ്റ് കൗൺസിൽസും കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളും അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ആരൊക്കെ ഐഡിയോളജീസ് മീൻസ് ഫിലോസഫീസ് അതും കാര്യങ്ങളും പഠിച്ച് ബുദ്ധിസം കഴിയും. സെയിം പാറ്റേൺ എന്തിനും ജെയിൻസത്തിനും. ഇൻ കേസ് ബുദ്ധിസ്റ്റ് ഇതിൻ്റെ നോട്ട് വേറെ വേണമെന്ന് നേരിട്ട് മറ്റേ ലിറ്ററേച്ചറിൻ്റെ ചെറിയ നോട്ടിൻ്റെ ഉണ്ട്, അത് ഞാൻ വേണമെങ്കിൽ PDF ആയിട്ട് അല്ലെങ്കിൽ നോട്ട് ഞാൻ തരുന്നുണ്ട്. ഞാൻ എഴുതിയ നോട്ടാണ്, റിട്ടേൺ നോട്ടാണ്, അത് ഞാൻ വേണമെങ്കിൽ തരുന്നുണ്ട്. സോ അതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും കഴിയും. സോ ഇന്നത്തെ പരിപാടി ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യും. ഈ ഒരു രീതിയിൽ അനലൈസ് ചെയ്യും. അതായത് ഈ ഒരു രീതി വെച്ചിട്ട് നിങ്ങൾ കുറച്ചുകൂടി അനലൈസ് ചെയ്താൽ നിങ്ങൾക്ക് ഏകദേശം കിട്ടും. ഇപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുമ്പോഴൊക്കെ അങ്ങനെ തന്നെ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ഫുൾ ടെസ്റ്റ് ഇടുന്ന സമയത്തൊക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സെറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ സെറ്റ് ചെയ്യാൻ പറയാം. അതായത് ഏകദേശം ഒരു 5 കൊല്ലത്തെ പാറ്റേൺ വെച്ച് അതിനനുസരിച്ച് ഇടുക. അതിനൊപ്പം തന്നെ ഈ കൊല്ലം UPSC നടത്തുന്ന എക്സാംസിന് പിക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ടോപ്പിക്സ് ഇടും. അങ്ങനെ എടുക്കുന്ന സമയത്ത് അതിൽ റിപ്പീറ്റഡ് വരുന്ന ടോപ്പിക്സ് നിന്ന് ക്വസ്റ്റ്യൻസ് കിട്ടും. കഴിഞ്ഞ കൊല്ലം നമ്മളോട് ഓപ്പൺ മോക്ക് ടെസ്റ്റ് നടത്തിയത് 5 ക്വസ്റ്റ്യനോളം ഡയറക്റ്റ്ലി വന്നിട്ടുണ്ട്. മീൻസ് അത് 5 ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ആ 5 ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി ആ ക്വസ്റ്റ്യൻ വന്നത്, അതായത് ആ കറന്റ് നമ്മൾ ഗസ് ചെയ്ത സാധനം. ഇതല്ലാതെ നിങ്ങൾ ടെസ്റ്റ് സീരീസും കാര്യങ്ങളും എടുത്തു നോക്കിയാൽ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും പറയുന്ന പോലെ തന്നെ ഇനി ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇന്ന ടെസ്റ്റിൽ ഇത്രാമത്തെ ഏരിയയിൽ അല്ലെങ്കിൽ റിവിഷൻ ടെസ്റ്റിൽ ഇന്ന ഏരിയയിൽ പറഞ്ഞു തരുന്നതായി നമുക്കും പറ്റും. കാരണം ഇപ്പം ഞങ്ങളിവിടെ ടെസ്റ്റ് സീരീസ് നടത്തുമ്പോൾ ആക്ഷൻ ഹിസ്റ്ററി കുറേ ടെസ്റ്റ് സീരീസ് നടത്തുമ്പോൾ ബുദ്ധിസത്തിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻ ഒക്കെ തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇല്ലേ. അത് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ്റെ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ആ UPSC ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് നമുക്ക് ക്ലെയിം ചെയ്തതുകൊണ്ട് എന്തെങ്കിലും എത്തിക്കല് കറക്റ്റ് ഉണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് ആ ക്ലെയിമിങ് നടക്കാത്തത്. അതേസമയം നിങ്ങൾ കുറച്ചുകൂടി മാർക്കറ്റ് ഫോക്കസ് ചെയ്തിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെന്നുണ്ടെങ്കിൽ അവരെന്താ ചെയ്യുക, ഇത്ര ക്വസ്റ്റ്യൻസിൽ ഇതെന്നെ ക്വസ്റ്റ്യൻസ് ഞങ്ങളുടെ ടെസ്റ്റ് സീരീസ് ആവുന്നത്, ഈ ടെസ്റ്റ് സീരീസ് എടുത്തോ നിങ്ങൾക്ക് രക്ഷപ്പെടാമെന്ന് പറഞ്ഞിട്ടാണ് ഒരു മാർക്കറ്റ് ചെയ്യുക. സോ നമ്മുടെ സ്ട്രാറ്റജീസ് അതേയല്ല. നമ്മുടെ സ്ട്രാറ്റജി കംപ്ലീറ്റ് ചെയ്ത് തരുന്നുണ്ട്. തന്ന സാധനം നിങ്ങൾ എന്ത് ചെയ്യുക, മര്യാദയ്ക്ക് യൂസ് ചെയ്യുക. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, നിങ്ങളുടെ കയ്യിൽ തന്നെ ഇനഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇല്ലേ. ഒരു 20-ന്റെ അടുത്ത് 10, 13, 14 റിവിഷൻ ടെസ്റ്റ് നടത്തിയത്, വീക്ക്ലി റിവിഷൻ ടെസ്റ്റ്. ഒരു 10, 14 NCERT ടെസ്റ്റ് നടത്തി ഇല്ലേ. എത്ര ക്വസ്റ്റ്യൻ ആയാലും തന്നെ 28 100 വെച്ച് കൂട്ടിയാൽ തന്നെ വരും 2700 ക്വസ്റ്റ്യൻ. ഇപ്പം എത്ര ടെസ്റ്റ് സീരീസ് എഴുതി? 7 സീസായി കുറച്ച് കഴിഞ്ഞാൽ 6. 6 × 100 പറയുമ്പോൾ 600. ഇപ്പോൾ 2700, 600, 3400 ക്വസ്റ്റ്യൻസ് ഇപ്പം തന്നെ നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു. സോ നിങ്ങൾ ബേസിക്കലി വരുത്തുന്ന എല്ലാ എറേഴ്സും എന്താക്കണം, കുറയ്ക്കണം. ഇനി ആ ക്വസ്റ്റ്യൻസിൽ വരുന്ന സമയത്ത് എക്ക് പകരം B കുത്തി, മോളത്തിന് പകരം താഴത്തെ ഓപ്ഷനിൽ കുത്തി എന്ന് പറഞ്ഞിട്ട് വരരുത്. ഓക്കെ, അതാണ് ആദ്യം കുറയ്ക്കുന്നത്. സോ ഇത്രയാണ് ഒരു പാർട്ട് 1 എന്ന് പറഞ്ഞ രീതിയിൽ നമ്മുടെ ഹിസ്റ്ററി PYQs അനലൈസ് ചെയ്തത്. സോ താങ്ക് യു.